ഇവിടെ വന്നിരിക്കുന്നത്. അത് നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആ വിശ്വാസം, ആ തീക്ഷ്ണത, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ഇരുതലവാളിന്റെ മൂർച്ചയുള്ള വചനം കേൾക്കുമ്പോൾ അത് മാംസമാകുന്നത് നമ്മൾ കാണും. നമ്മൾ അത് അനുഭവത്തിലേക്ക് കൊണ്ടുവരും. അതിനുവേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തില് നമുക്കറിയാം, ഈ നോമ്പുകാലം എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ദാനധർമ്മം ചെയ്യണം, ഉപവാസം എടുക്കണം, പ്രാർത്ഥിക്കണം, സദാ പ്രാർത്ഥിക്കണം, വചനം കേൾക്കണം, കുർബാനയ്ക്ക് പോകണം, വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, വചനം വായിക്കണം, ഇതെല്ലാം ശരിയാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് അനുഭൂതിയിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ, അനുഭൂതിയിലേക്ക് വരാൻ പറ്റുള്ളൂ. മറ്റത് സാധാരണ നമ്മളിങ്ങനെ കൂടെ നടന്ന് നമുക്കൊന്നും മനസ്സിലാവണില്ല സത്യത്തില്. ഓക്കെ, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പിനെ നമുക്ക് ഉറപ്പിക്കണം. ശരിയാവും, യേശുവിന്റെ നാമത്തിൽ, എന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് ശരിയാവും എന്ന് നമുക്ക് പറയുവാൻ, ഹൃദയത്തിൽ പറയുവാൻ, മനസ്സിൽ പറയുവാൻ, ചിന്തയിൽ പറയുവാൻ, മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കണം. അതുകൊണ്ട് നമുക്ക് കണ്ണുകളടയ്ക്കാം. എന്തെങ്കിലും നമുക്ക് ആരോടെങ്കിലും വിരോധം, അല്ലെങ്കിൽ മൂഡ് ഓഫ്, അല്ലെങ്കിൽ വിഷമം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തില് ഒരുവൻ ക്രിസ്തുവിനെ വിശ്വസിക്കുകയോ, ഒരുവൻ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുകയോ, ക്രിസ്തുവിന്റെ വചനം കേൾക്കുകയോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയോ ചെയ്താൽ ആദ്യം തന്നെ ഒരു വലിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിനക്ക് ആരോടെങ്കിലും വെറുപ്പ്, ദേഷ്യം, നമുക്ക് മറക്കാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ, ഞാൻ മറന്നു, അവരോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്ന് നമ്മൾ ധരിക്കണ്ടോ? പക്ഷെ ദൈവത്തിന്റെ ബ്ലെസ്സിങ് അവിടെ തടസ്സമായത് നമ്മൾ അറിയുന്നില്ല. മക്കളിൽ മൂലമായിരിക്കും നമ്മൾ അറിയാം, എന്താണ് ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്റെ മക്കൾ നന്നാവാത്തത്, എന്തുകൊണ്ട് മക്കൾക്ക് നല്ല മാർക്ക് കിട്ടുന്നില്ല, എന്തുകൊണ്ട് മക്കൾക്ക് നല്ല വിവാഹം കിട്ടുന്നില്ല. ഇതൊന്നും നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ മനുഷ്യനാണ്, ഒന്നുമില്ലാത്ത മനുഷ്യനാണ്, പൂജ്യമാണ്. അപ്പൊ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്റെ മനസ്സിൽ ഇപ്പൊ ഇവിടെ കുറച്ചു പേരാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോ അങ്ങനെയാണ്. അപ്പൊ അതുപോലെ ഇവിടെ വരുമ്പോ എന്റെ ജീവിതത്തില് ദൈവം പറഞ്ഞതെന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. വേറൊന്നും എക്സ്ട്രാ ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അനുഭൂതിയിലേക്ക്, പ്രവൃത്തിയിലേക്ക്, ജീവിതത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക്, മനസ്സിന്റെ സന്തോഷത്തിലേക്ക് കടന്നു വരണം. അതിനാണ് ദൈവത്തിന്റെ വലിയ ഇഷ്ടം. ദൈവം അതാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ണുകളടച്ച് അവനവന്റെ മനസ്സിൽ വിചാരിച്ചാൽ ആരോടെങ്കിലും വെറുപ്പോ ഈരസമോ, ഇനിയും കുമ്പസരിക്കാതെ നമ്മൾ കടന്നു വന്നിട്ടുണ്ടോ? 4 മാസമായി കുമ്പസരിച്ച്, അല്ലെ 5 മാസമായി കുമ്പസരിച്ച്, ആരെങ്കിലും കുമ്പസാരത്തില് ഇങ്ങനെ ഒരു വീഴ്ചയിലുണ്ടോ? അതെല്ലാം ദൈവത്തിന് മാപ്പ് പറയുക. അടുത്ത നല്ല കുമ്പസാരത്തോട് ഞാൻ കുമ്പസരിക്കാമെന്ന് ഏറ്റു പറയുക. എന്നിട്ട് നമുക്ക് വചനം കേൾക്കാൻ ഒരുങ്ങാം. കാരണം അതിന് കാരണമുണ്ട്, വളരെ വലിയ കാരണമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വിധത്തില് കുമ്പസാരം മുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ശരിയായ പാപമോചനം കിട്ടിയിട്ടില്ല എന്നുള്ള മനസ്സിൽ എന്തെങ്കിലും സഞ്ചരിപ്പുണ്ടോ, ഇതെല്ലാം നമ്മൾ ഒന്ന് പരിശോധിക്കാം. ഒരു സെക്കൻഡ് പരിശോധിക്കുക. നമ്മളിപ്പോ ഭംഗിയായിട്ട് കൂട്ടായ്മയോട് കൂടി ചേർന്ന് തീഷ്ണതയോടെ കുരിശിന്റെ വഴിയിൽ കൂടെ നമ്മൾ കടന്നു ചേർന്നു. കർത്താവ് ശുദ്ധനായിരുന്നു, ഒരു പാവവും ചെയ്തിട്ടില്ല. ഒരു പാവവും ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടിയാണ് ആ കുരിശിന്റെ വഴി. അതാണ് നമ്മൾ ഏറ്റുചൊല്ലി പോകുന്നത്. അവ ഏറ്റുചൊല്ലി പോകുമ്പോ എന്റെ കുടുംബത്തിന് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? ഇനിയും ഞാൻ ക്ഷമിക്കാതെ കിടപ്പുണ്ടോ? ഇനിയും ദൈവ ഇഷ്ടത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിലാണോ ഇനി ഇരിക്കുന്നത്? ഞാൻ എന്റെ ഇഷ്ടത്തിൽ എന്റെ സമയം കൊടുത്തിട്ടാണോ ഞാൻ ഇരിക്കുന്നത്? ദൈവത്തിന്റെ സമയത്തിലേക്ക് ഞാൻ വന്നിട്ടില്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലെ ടെൻഷനാവണ്ട. മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു നിമിഷം ആത്മീയ ശോധന ചെയ്തിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് പരിശുദ്ധ മേരി മാതാവിനോട് നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്വരം, മാതാവ് പറഞ്ഞു,
അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുവിൻ. അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുവിൻ. മാതാവിനോട് ഒറ്റ കാര്യമുള്ളൂ. മാതാവിന്റെ അടുത്ത് നിങ്ങൾ എത്ര കൊന്ത ചൊല്ലി പോയാലും, നിങ്ങൾ എത്രത്തോളം കൊന്ത ചൊല്ലി പോയാലും, ഒരു 10,000 കൊന്ത ചൊല്ലി പോയാലും അമ്മ പറയുന്ന ഒരു കാര്യത്തിലേ ഉള്ളൂ, അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുവിൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവൻ പറയുന്നത് കേൾക്കുവിൻ. അവൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ യേശു പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞാൽ യേശു പറയുന്നത് ഇതാണ്, നിനക്ക് ആരോടെങ്കിലും പുറത്തുണ്ടോ? ബിക്കോസ് ഐ വാണ്ട് ടു ബ്ലെസ് യു. ഐ വാണ്ട് ടു ബ്ലെസ് യു. നിങ്ങളുടെ ഫാമിലി എനിക്ക് ബ്ലെസ് ചെയ്യണം, നിങ്ങളുടെ മക്കളെ ബ്ലെസ് ചെയ്യണം, നിങ്ങളുടെ കുടുംബത്തെ ബ്ലെസ് ചെയ്യണം. നിങ്ങൾക്ക് സന്തോഷം വാരിക്കോരി തരണം, കടമെല്ലാം മാറ്റി തരണം, ഫൈനാൻസ് എല്ലാം മാറ്റി തരണം, രോഗമെല്ലാം മാറ്റി തരണം, നിന്നെ ഞാൻ വിടുതൽ ചെയ്യണം. അതിന് ദൈവം പറയുകയാണ്, മനുഷ്യരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എപ്പോഴും പറയുന്നതാണ്. പക്ഷെ ഞാൻ ഒന്നുകൂടി ഈ അവസരത്തില്, ഈ ഉപവാസം, ദാനധർമ്മം, ഈ പ്രാർത്ഥന, ഈ സമയത്ത് ഞാൻ പറയുകയാണ്, മനുഷ്യനാണ് നമ്മൾ, വെറും ബലഹീനരാണ്. യേശുവിന്റെ മുമ്പിൽ വിട്ടുകൊടുക്കാൻ പറ്റാത്ത നിൽക്കുന്ന ചില സമയങ്ങളുണ്ട്. അവിടെ എല്ലാം ദൈവത്തിന്റെ ബ്ലെസ്സിങ് നമുക്ക് അവിടെ മുറ്റി നിൽക്കുകയാണ്, അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അത് അനുഭവിക്കണം. അതുകൊണ്ട് മാതാവിനോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. വചനം കേൾക്കുന്നതിന് മുമ്പ്, എന്റെ മാതാവേ, നന്മ നിറഞ്ഞ മറിയമേ പറയുവാൻ ഈസിയാണ്, കാണാപ്പാടം പറയാം, ഏറ്റുചൊല്ലാം. പക്ഷെ അങ്ങനെയല്ല, മനസ്സിലാക്കിയിട്ട് പറയാം. ഇന്ന് എവിടെയെല്ലാം മാതാവിനെ കൊന്ത ചൊല്ലുന്നുണ്ടോ, ആരെല്ലാം ഉപവസിച്ച് കൊന്ത ചൊല്ലുന്നുണ്ടോ, ആരെല്ലാം കഷ്ടപ്പെട്ട് മുട്ടിന് നിരങ്ങി, ഞാൻ വേളാങ്കണ്ണി കോവിലിൽ കണ്ടിട്ടുണ്ട്, മണലില് മുട്ടിന് മടക്കി ചോരയോടുകൂടി നടക്കുന്നവര്, അവരോട് ഇന്ന് ചേർത്ത് വെക്കുകയാണ് നമ്മൾ ഓരോരുത്തരെയും ഇന്ന് ഞാൻ അവരോട് ചേർത്ത് വെക്കുകയാണ്. ഇന്ന് എവിടെയെല്ലാം മാതാവിന്റെ കൂടെ കഷ്ടപ്പെട്ട് ഉപവസിച്ച് ആരാധനയിൽ അവർ മുഴുകി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരോടും ചേർത്ത് ഈ വന്ന ആളുകളെ മൊത്തം ചേർത്ത് അവിടെ വെക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു ദൃഢനിശ്ചയം അവനവന്റെ ഉള്ളിലെടുക്കാം. എന്റെ കർത്താവ്, നിന്റെ മകൻ യേശു പറയുന്നത് ഞങ്ങൾ കേട്ടോളാം, അക്ഷരം പ്രതി ഞങ്ങൾ അനുസരിച്ചോളാം. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഞങ്ങളുടെ സന്തോഷത്തിന് കാരണമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റണം. വചനം കേൾക്കുമ്പോൾ എടുത്തു മാറ്റണം. ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞങ്ങൾക്ക് വിവേചനം നൽകണം, പരിശുദ്ധാത്മാവിനെ നൽകണം. ഞങ്ങൾക്ക് ആ വിവേചനം തരണം, അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് തീഷ്ണതയോടെ നമുക്ക് നിർത്തിച്ചല്ല. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സങ്കീർത്തനം 3-ാം അധ്യായത്തില് 8-ാം തിരുവാക്യം. സങ്കീർത്തനം 3-ാം അധ്യായത്തില് 8-ാം തിരുവാക്യം ഇങ്ങനെ പറയുന്നു: വിമോചനം കർത്താവിൽ നിന്നാണ്, അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ കുടുങ്ങി കടന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ പറയാ, നമുക്കറിയില്ല, നമുക്ക് ടെൻഷനാണോ, നടക്കൂ, പരീക്ഷയാണോ, അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിലാണോ, അല്ലെങ്കിൽ വേറെ വിധ കാര്യങ്ങളിലാണോ, ജോലി തലങ്ങളിലാണോ, വിസ കാര്യങ്ങളിലാണോ, എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മളുടെ ഓരോരുത്തർക്ക്, ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും, ഞാനടക്കം ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ വിമോചനം ദൈവത്തിൽ നിന്നാണ്, യേശുവിൽ നിന്നാണ്. അത് നമ്മൾ മറന്നു പോകരുത്. നിയമാവർത്തനം 8-ാം അധ്യായത്തിന് 2-ാം തിരുവചനം, നിയമാവർത്തനം 8-ാം അധ്യായം 2-ല് പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയുവാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 വത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. കണ്ടില്ലേ,
40 ദിവസം കർത്താവ് മാത്രമല്ല ഉപവസിച്ചിരിക്കുന്നത്, നമുക്ക് വേണ്ടി ഈ അവസരം തന്നിരിക്കുകയാണ്. ദൈവം പറയുകയാണ്, നിന്റെ ജോലി ശരിയാവുന്നില്ലേ, നിന്റെ കല്യാണം ശരിയാവുന്നില്ലേ, നിന്റെ വീട് വിറ്റ് പോകുന്നില്ലേ, നിന്റെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കുന്നില്ലേ? കാരണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളുപ്പപ്പെടുത്താനും തന്റെ കൽപ്പനകൾ, ബൈബിൾ വചനങ്ങൾ, വേർഡ് ഓഫ് ഗോഡ്, തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സങ്കല്പങ്ങൾ മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. കുരിശിന്റെ വഴിയിൽ കൂടെ കാണാപ്പാഠം പ്രാർത്ഥിച്ചോ ബുക്ക് വായിച്ചോ ഓരോ വർഷം നമ്മൾ കുരിശിന്റെ വഴിയിലെ കൂടെ പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എളിമ, ദൈവം തന്ന എളിമ ഉണ്ടോ? അതനുസരിച്ച് ദൈവവചനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുണ്ടോ? നീ ഇവിടെ വചനം ഒന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ആ വചനം ദൈവത്തിന്റെ ആണ്, ദൈവമാണ്, യേശുവാണ് വിത്താകുന്നു എന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് ക്ഷമിക്കുന്നില്ല? എന്ത് തല പോയ കാര്യമായാലും നീ എന്തുകൊണ്ട് വെറുപ്പ് വെക്കുന്നു? റിമൂവ് ദാറ്റ്. നല്ലൊരു കുമ്പസാരം നടത്തിക്കോ, നിനക്ക് വിടുതലുണ്ടാവും, നിന്റെ ജീവിതത്തിൽ വിടുതലുണ്ടാവും. അതില്ലെങ്കിൽ നടക്കത്തില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 4-ാം അധ്യായത്തില് 30-ാം തിരുവചനം പറയുന്നു, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. വചനം പ്രസംഗിക്കുവാനും വചനം ഇരുന്ന് കേൾക്കുവാനും വചനം ഇരുന്ന് വായിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം വചനം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന്. രോഗം മാറ്റും, ജോലിയില്ലാത്ത കാര്യങ്ങൾ ജോലി ഉണ്ടാക്കി തരും. നമുക്കറിയാം വചനമാണ് കംപ്ലീറ്റ് വന്ന്, എല്ലാം വചനമാണ്. ആ വചനത്തോട് എത്രത്തോളം നമുക്ക് ആത്മാർത്ഥതയുണ്ട് നമുക്കറിയാം. വചനം അറിയാം എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങളില് 14-ാം അധ്യായത്തില് 3-ാം തിരുവാക്യം ഇങ്ങനെ പറയുന്നു. അപ്പസ്തോല പ്രവർത്തനം 14-ാം അധ്യായം 3-ാം തിരുവാക്യം ഇങ്ങനെ പറയുന്നു, എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. കണ്ടില്ലേ? കർത്താവിന്റെ വചനം പ്രസംഗിക്കപ്പെടുന്ന സ്ഥലത്തെല്ലാം വിടുതൽ ഉണ്ടാവണം. എന്തുകൊണ്ട് വിടുതൽ ഉണ്ടായില്ല? എന്തുകൊണ്ട് നിന്റെ ജീവിതം തടസ്സമായി മുട്ടി നിൽക്കുന്നു? ഇത് നമ്മളുടെ ഭാഗത്താണ്, കർത്താവിന്റെ ഭാഗത്തല്ല. കർത്താവ് പറയുന്നോക്ക്, എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാകുന്ന വചനം കേൾക്കുന്നവരുടെ കൂടെ ദൈവത്തിന്റെ കൃപ സാക്ഷ്യമായി വരുമെന്ന്. അങ്ങനെ വന്നില്ലെങ്കിൽ എന്താ കാര്യം? അങ്ങനെ വന്നില്ലെങ്കിൽ യാതൊരു കാര്യമില്ലല്ലോ. അപ്പൊ നമ്മള് എങ്ങനെയെങ്കിലും വചനം കേട്ടിട്ട് പോയാൽ പോരാ. നമ്മളാ വചനത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? ഇവിടുന്ന് പോയാലും, ഈ റൂം വിട്ട് പോയാലും, നീ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിന്ന് പോയാലും, പള്ളിയിൽ വന്ന് കുർബാനയിൽ ബന്ധിച്ച് ആ കുർബാനയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നീ പൊട്ടുപോയാലും, നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ ചിന്തകളെ നീ എങ്ങനെ? ഇതാണ് കർത്താവിനെ അറിയേണ്ടത്. നിന്റെ മനസ്സാണ് കർത്താവിനെ അറിയേണ്ടത്. നിന്റെ ഭക്തി പ്രകടനമൊന്നും ആർക്കും കാണണ്ട. ആ മുഖമുടിയാണ്, അതൊക്കെ വലിച്ചു വാരി കളയാൻ സമയമായി. ആർക്ക് വേണം ഈ മുഖമുടി? ആരെ കാണിക്കണം ഈ മുഖമുടി? ഈ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതാണെങ്കിലേ വിശ്വസിക്കേ.
അവിടെ സംശയത്തിന് യാതൊരു ഗ്യാപ്പില്ല. ഇന്ന് മീഡിയയില് AI ടെക്നോളജി വന്നു കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ സംശയത്തിലും നെഗറ്റീവും മൊത്തം നിറഞ്ഞു കിടക്കുകയാണ് ഈ ലോകം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് മീഡിയയിലെ ഒരുപാട് പ്രസംഗങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരുപാട് വലിയ കാര്യങ്ങൾ, അച്ഛന്മാര് വരുന്നുണ്ട്, ബിഷപ്പുമാര് വരുന്നുണ്ട്, പ്രദേശ് വരുന്നുണ്ട്, മറ്റുള്ള നെഗറ്റീവ് ആൾക്കാർ വരുന്നുണ്ട്. യൂട്യൂബുകളിലും മീഡിയയിലും കിടന്ന് നിറഞ്ഞു നിൽക്കുന്നു. കുട്ടികൾക്ക് പഠിപ്പില്ല, കുട്ടികൾക്ക് വിശ്വാസമില്ല, കുട്ടികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നില്ല, കുട്ടികൾ ആരും വരുന്നില്ല, എല്ലാവരും പോകുന്നു. ദൈവം പറയുകയാണ്, നമ്മളോട് പറയുകയാണ്. നിയമാവർത്തനം 30-ാം അധ്യായം 14-ാം തിരുവാക്യം. നിയമാവർത്തനം 30-ാം അധ്യായത്തില് 14-ാം തിരുവാക്യത്തിൽ ദൈവം പറയുന്നു, വചനം നിനക്ക് സമീപസ്ഥനാണ്, അത് നിന്റെ ആദരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രവർത്തികമാക്കാൻ നിനക്ക് കഴിയും. കണ്ടില്ലേ? അത് പ്രവർത്തികമാക്കാൻ നിനക്ക് കഴിയും. ദൈവത്തിന്റെ വചനം കേട്ട ഒരു വ്യക്തി, ദൈവത്തിന്റെ വചനം അനുഗ്രഹിച്ച ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് കടന്നു വന്നാൽ, അത് വിശ്വസിച്ചാൽ, അത് വചനം മാംസമാകും, വചനത്തോടു കൂടിയാണ് ദൈവം എന്ന് നീ വിശ്വസിച്ചാൽ, ആ കൃപ നിനക്കുണ്ടായി കഴിഞ്ഞു. അത് പ്രവർത്തിക്കാൻ നിനക്ക് സാധിക്കും. ബിഷപ്പൊന്നും ആവണ്ട, അച്ഛനൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ മനുഷ്യരായാൽ മതി, കൂലിപ്പണിക്കാരനായാൽ മതി. ആ വെറുതെ കുരിശ് വെച്ചാൽ മതി. രാത്രി പേര് ഡെയിലി പോയി രാവിലെ 4 മണിക്ക് വേണ്ടി കുർബാനയ്ക്ക് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നിന്റെ വീട്ടിൽ സമാധാനം വരാത്തത് നിന്റെ കാരണം തന്നെയാണ്. നീ ക്ഷമിക്കുന്നില്ല, നല്ല കുമ്പസാരം നടത്തുന്നില്ല, മറ്റുള്ളവരോട് ദൈവത്തെ ഏറ്റു പറയുന്നില്ല, വചനത്തെ നീ പറയുന്നില്ല. നീ വചനം ഉള്ളിലുണ്ട്, ഒരു കാര്യവുമില്ല. എന്തെങ്കിലും കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്ന വചനമില്ല. പക്ഷെ യു നോ ദ വചനം, യു നോ ഹൂ ഇസ് ജീസസ് ക്രൈസ്റ്റ്. എന്താണ് കത്തോലിക്ക ബൈബിൾ എല്ലാം നിനക്കറിയാം. ആരാച്ചനാണെന്നറിയാം, ബിഷപ്പ് ആരാന്നറിയാം, എല്ലാം നിനക്കറിയാം. പക്ഷെ യേശു വിചാരിക്കുന്നത്, യേശു പറഞ്ഞത്, മാതാവ് പറഞ്ഞത് നിന്റെ ചെവിയിൽ ഉണ്ടെങ്കിൽ, നിന്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ നിനക്ക് ക്ഷമിക്കാൻ സാധിക്കും. നീ പറയും, യേശുവിന്റെ നാമത്തില്, ഇത് യേശുവിന്റെ നാമത്തിൽ നടക്കുന്നതാണ്, യേശുവിന് ഇഷ്ടമുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഈ കാലം വരയ്ക്കും, ഈ നിമിഷം വരയ്ക്കും ഞാൻ നടന്നില്ലേ, അത് യേശുവിന്റെ കൃപയിലാണ്. എന്റെ കുടുംബ മഹിമ കൊണ്ടോ, പഠിപ്പ് കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നുമല്ല എന്ന് പറയുവാൻ സാധിക്കണം, എനിക്ക് പറയാൻ സാധിക്കണം. അതാണ് പറയുന്നത്. നിയമാവർത്തനം 30:14 ഇങ്ങനെ പറയുന്നത്, വചനം നിനക്ക് സമീപസ്ഥനാണ്, അത് നിന്റെ ആദരത്തിലും ഹൃദയത്തിലുമുണ്ട്. ഈ നാള് വരയ്ക്കും വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് കുർബാനയില്. എന്തിനാ കുർബാനയ്ക്ക് പോണം? അവിടെ വായനകളിൽ കേൾക്കുന്ന വചനങ്ങളെല്ലാം നമ്മൾ കേട്ട് ഇങ്ങനെ ഓരോ പ്രഭാതത്തിലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അത് ധ്യാനിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പറ്റുന്നില്ല സുഹൃത്തുക്കളെ, പറ്റുന്നില്ല. ഞാൻ തുറന്നു പറയാം, എന്തിനാ അത് പറ്റുന്നില്ല. ഈ ഒരു കുർബാനയ്ക്ക് രാവിലെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് യേശുവിന്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബലിയർപ്പണമാണ്. നോഹ ആദ്യം ചെയ്തത് പുറത്തു വന്ന് ബലിയർപ്പിക്കുകയാണ് ചെയ്തത്. നോഹ പുറത്തു വന്ന് ആദ്യം ചെയ്തത്, പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് ആദ്യം ബലിയർപ്പിച്ചു. ബലിയാണ് ഏറ്റവും വലുത്. നീ അത് അർപ്പിക്കുന്നുണ്ട്, നേരെ ചൊവ്വയാണോ? The blessing is slow there, stop. ഇതിൽ ആരും നമ്മളോട് പറയണ്ട, ഒരു ബ്രദറും പറയണ്ട, തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് there in the word of God. It is there. പ്രവർത്തികമാക്കാൻ നിനക്ക് കഴിയുമെന്നല്ലേ പറഞ്ഞ, നിനക്ക് കഴിയുന്നല്ലേ പറഞ്ഞ. ഈ ബ്രദർക്ക് പറയും, ഈ ബ്രദർക്ക് നല്ല കൃപയുണ്ട്, ഈ ഫാദർക്ക് നല്ല കൃപയുണ്ട്, അവർക്ക് കഴിയും. അത് നീയാണ് പറയുന്നത്. ജീസസ് പറയുന്നത് നിനക്ക് സാധിക്കും. ഐ ആം വിത്ത് യു, യു ക്യാൻ ഡു ദാറ്റ്. അങ്ങനെ ഒന്ന് വന്നു നോക്കിയേ. ഐ ക്യാൻ ഡു വിത്ത് ജീസസ് ക്രൈസ്റ്റ് എവറിത്തിങ്. ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയേ. അതൊരു വചനമാണ്. എന്നെ കൊണ്ട് സാധിക്കും, എന്റെ കൂടെ കർത്താവുണ്ട് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരാളും പറയുന്നില്ല. ആ ബ്രദറിന് പോയി തല കൈവയ്ക്കണം,
ഇവിടെ പോയിട്ട് ഇത് ചെയ്യണം, അവിടെ പോയിട്ട് ഇത് ചെയ്യണം. പോയി പോയി അതൊക്കെ വേണം, ഇല്ലാതെ പറയുന്നില്ല, അതൊക്കെ വേണം. ഞാൻ വരുമ്പോ അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലസ്സിങ് മേടിച്ചിട്ടാവും, കാരണം അത് വേണം. അതെ, എന്റെ ഇഷ്ടമല്ല ഇവിടെ നടക്കുന്നത്, എന്റെ ഇഷ്ടം നടക്കുന്നില്ല, എന്റെ ബുദ്ധി ഇവിടെ പ്രവർത്തിക്കരുത്. 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തില് 27-ാം തിരുവചനം. 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തില് 27-ാം തിരുവാക്യം. ആകയാൽ അവിടുത്തെ ദാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ, അങ്ങനെ അത് എന്നും അവിടുത്തെ മുമ്പിൽ ആയിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിച്ചോണ്ടാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരുപാട് വഴി സഞ്ചരിച്ചിട്ടാണ് വന്നത്, ഒന്നും അനക്കാൻ പറ്റിയില്ല. ഞാൻ അഹങ്കരിച്ച് പറയല്ല, ഞാനിപ്പോ ഈ വചനത്തോട് ചേർത്ത് പറയണം. കർത്താവിന്റെ കൂടെ നിന്നു. കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും, എങ്ങനെയാണ് ഒരു സന്തോഷം കിട്ടുക, എങ്ങനെയാണ് എനിക്കൊരു വിടുതൽ കിട്ടുക, എങ്ങനെയാണ് ഒരു ഫ്രീഡം കിട്ടുക, എങ്ങനെയാണ് രക്ഷിക്കുക എന്ന് മനസ്സൊന്ന് ചിന്തിക്കാതെ കർത്താവിന്റെ കൂടെ നിന്നു. കർത്താവിന്റെ വചനങ്ങൾ കേട്ടു. കർത്താവിന്റെ പുസ്തകം 6-ാം അധ്യായം 33-34. നീ നാളെ കുറിച്ച് നിന്റെ ആകുലതയെ നീ വിഷമിക്കണ്ട, നാളെ കാര്യം നാളെ നോക്കിക്കോളും. I believe that. I believe that. Because this is word of God. അതിന് മാറ്റമില്ല, അതിന് മാറ്റം വരുത്താൻ സമ്മതിക്കുന്നില്ല. അതാണ് ദൈവം പറയുന്നത്. എന്നേക്കും അനുഗ്രഹിച്ചത് അനുഗ്രഹീതമായിരിക്കും. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഈശോ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ വഴി പോകാനല്ല, ഈശോന്റെ വഴിയെ തേടി പോകണം. കഷ്ടങ്ങളും ദുഃഖങ്ങളും ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവും. അതൊക്കെ താൽക്കാലികം. ദൈവത്തിന് കൊടുക്കണം. ഒരു കാറ് മേടിക്കണം, ദൈവത്തിന് കൊടുക്കണം. ദൈവം ഇഷ്ടം കൊടുക്കണം. ഉള്ള കാശിന്റെ ഇഷ്ടത്തിന് പോയി മേടിക്കരുത്. ഒരു ക്രിസ്ത്യാനി മേടിക്കരുത്. കർത്താവിനോട് ചോദിച്ചിട്ട് വേണം മേടിക്കാൻ. എന്ത് കാര്യം കർത്താവിന് ചോദിച്ചിട്ട് വേണം മേടിക്കാൻ. That you are giving to respect the word of God, then believing. കൂടുതൽ കൂടുതൽ വിശ്വാസം നിന്റെ ഉള്ളിൽ കത്തിപ്പടരും. നീ അത് ചെയ്യുന്നില്ല, മക്കളാരും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്തീയ ജീവിതത്തിലെ സഭകളിലും എല്ലാ കാര്യങ്ങളിലും എല്ലാം നെഗറ്റീവ് മാറ്റി 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 വരുന്നത്. അച്ഛന്മാർ തമ്മിൽ അടി, കുർബാനയ്ക്ക് ജനങ്ങൾ തമ്മിൽ അടി. എന്താ എവിടെ അടിക്കണേ? മുസ്ലിംസ് എവിടെ? ഹിന്ദുക്കൾ അടിക്കണേ? എവിടെ ബുദ്ധങ്ങൾ അടിക്കണേ? ക്രിസ്ത്യാനി ജീവിതത്തിൽ മാത്രമേ അടിയുള്ളൂ. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുവാക്യം. മാർക്കോസ് 16:20 ഇങ്ങനെ പറയുന്നു: അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആര് പ്രസംഗിച്ചാലും, നീ വീട്ടിലിരുന്ന് വചനം വായിച്ചാലും, ഈ വചനം കേട്ട് ഏറ്റു ചൊല്ലിയാലും ഇത് സംഭവിക്കും. അത് നിന്റെ ഇഷ്ടത്തിനല്ല സംഭവിക്കുക, കർത്താവിന്റെ ഇഷ്ടത്തിനാണെന്ന് മാത്രം നീ അത് ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് മാത്രം. വിശ്വസിച്ച് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്ന് പറയണ്ട. ചിലപ്പോ നിനക്ക് ആ ജോലിയല്ല ദൈവം വിചാരിച്ചിട്ടുണ്ടാവുക, വേറെ ജോലിയോ. അതിനുവേണ്ടി ആ ഒരു ഗ്യാപ്പില് വിശ്വസിച്ച് എളിമയോടെ, അതാ പറഞ്ഞ എളിമയോടെ നീ ഇരിക്കുന്നുണ്ടോ എന്ന് പരീക്ഷണ കാലത്തില് കർത്താവ് പരീക്ഷിച്ചു എന്ന് നേരത്തെ നമ്മൾ വായിച്ചു. ഇവിടെ നീ ഉപവാസം എടുത്തിട്ട് വ്യക്തി പ്രകടനം കാണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. യേശു ക്രൈസ്റ്റ് എന്താണ് പറഞ്ഞത്, അതാണ് നമ്മളുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. ഈ ജീവിതത്തിലെ, ഈ ഭൂമിയിലെ എല്ലാം നിനക്കുള്ളതാണ്. പറഞ്ഞോ? ദൈവം പറഞ്ഞു, ഈ ജീവിതത്തിലെ, ഈ ഭൂമിയില് ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം, ഇനി മനുഷ്യന്മാരുണ്ടാക്കുന്നതെല്ലാം നീ എൻജോയ് ചെയ്യാനാണ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സിനിമയ്ക്ക് പോണോ? പൊക്കോ. മസാല ദോശ കഴിക്കണോ? കഴിച്ചോ. കാറ് ഓടിക്കണോ? ഓടിച്ചോ.
പാവം മാത്രം ചെയ്യും. എന്താണ് പാവം? കർത്താവിന് ഇഷ്ടമില്ലാത്തത് എന്തോ അതുതാണ് പാവം. നീ വിചാരിക്കുന്നതല്ല പാവം. കർത്താവിന് എന്ത് ഇഷ്ടമില്ലയോ അതാണ് പാവം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചിന്തിക്കണ്ടേ? നമ്മൾ സാധാരണ മനുഷ്യന്മാര് ചിന്തിക്കാറില്ലേ? ഭാര്യയും ഭർത്താവും ആണെങ്കിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്താണ് ചിന്തിക്കാറ്? കുറെയൊക്കെ കല്യാണം കഴിഞ്ഞ് ഫ്രീ ആവും. ആദ്യ കല്യാണം കഴിഞ്ഞ് എല്ലാം ഫ്രീ ആവും. അതെല്ലാം ഫ്രീ ആയി കഴിഞ്ഞ് കുഞ്ഞുണ്ടാവും. അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്നേഹം ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഉറപ്പായിട്ട് വരും. അനുഭവസ്ഥനാണ് ഞാൻ. വരും. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ അനുഭവസ്ഥ അഭിപ്രായ വ്യത്യാസം വരുമ്പോ ചില ഭാര്യ മുണ്ടില്ല, ചില ഭർത്താവ് മുണ്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ സ്വകാര്യത്തിൽ ഹൈഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അതിങ്ങനെ ഇരുന്ന് ഇവരോട് ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഇവരോട് സ്നേഹമുണ്ട്, പക്ഷെ ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഉള്ളിലേക്ക് പോയാ അവളും അതുപോലെ വെച്ച് പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും എന്ത് വന്നാലും പിന്നെ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ്. ഒരു ദിവസം കിടന്ന് പൊട്ടും. തുറന്നു പറയാനുള്ള നെട്ടല് വേണം, ധൈര്യം. അത് പറയാനുള്ള സ്റ്റൈല് ദൈവം തരുന്നുണ്ട്. ഈ എളിമയോട് കൂടി ഒന്ന് താഴ്ന്ന് സാരല്ലേ, ഓക്കെ, അപ്പൊ നിങ്ങളൊന്നും ഉണ്ടായിരുന്നേ എന്ന് പറയും. അപ്പൊ നമ്മൾ കേൾക്കണം. അപ്പൊ നമ്മൾ ഈഗോ ആവരുത്. നമ്മൾ ഈഗോ ആയിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് നേടാൻ പറ്റില്ല. ഈ ആത്മാവിനെ നേടാൻ പറ്റില്ല. ഈ ആത്മാവിനെ നേടാത്തോളം കാലം ഈ വണ്ടി വലിക്കുള്ള മക്കളെ പ്രാർത്ഥനയില് the blessing will not come. അപ്പൊ ഇതിനെ ദൈവം 40 വർഷം 40 ദിവസം കഷ്ടപ്പെട്ട് ഉപവസിച്ച് കുരിശിൽ കയറുന്നത് ഇതിനെയാണ്. ഈ ഈഗോയിനെയാണ്. ഞാൻ എന്ന ഈഗോ, അഹങ്കാരം എന്ന ഈഗോ, എനിക്കെല്ലാം അറിയാമെന്നുള്ള ഈഗോ. എന്റെ അപ്പനാണ്, എന്റെ അമ്മയാണ്, അയാൾക്ക് അങ്ങനെയാണ്, ഇത് എന്റെ അമ്മായിമ്മയാണ്, അത് എങ്ങനെയാണ്. ദിസ് ഈസ് എ പ്രോബ്ലം. അത് കൂട്ടി അവസാനമാകുമ്പോ മക്കളിലേക്ക് ഒരു മക്കൾ ഉണ്ടാവില്ല. ഇന്ന് പറയണ്ട, ഇന്ന് മക്കള് നാട്ടിൽ ഇവിടെ ഒന്നും ഇല്ല. എല്ലാരും ഓസ്ട്രേലിയയും ജർമ്മനിയിലെയും കാനഡയ്ക്കാ പോണം. അവിടെയാണെങ്കിൽ പള്ളികളൊക്കെ ഹോട്ടലും ബാറും ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ആണെങ്കിൽ ടെക്നോളജിയുടെ ഡബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ എല്ലാവർക്കും പഠിക്കണം, എല്ലാവരും പോകും, അവിടെ സെറ്റ് ആവും. പിന്നെ മക്കൾക്ക് കല്യാണം കഴിച്ച് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വയസ്സായ അപ്പനെ വെറുതെ ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകണം എല്ലാവരും. ഇപ്പൊ എല്ലാരും എങ്ങനെയാ പോണം? എവിടേക്ക് പോകണം? ഞാൻ മോള് പ്രസവിച്ചിട്ടുണ്ട്, അവിടെ പോകണം ഒരു 3 മാസം ന്യൂസിലാൻഡ്. അത് കഴിഞ്ഞ് അവിടെ ട്രാൻസ്ഫർ ആവും, ഓസ്ട്രേലിയക്ക് പോകും. അപ്പോഴും സ്വഭാവത്തിനൊന്നും മാറ്റം വരാൻ പോണില്ല. പൈസയിലും സാമ്പത്തികവും ഒക്കെ മാറ്റം വരും. ഇതൊന്നും കർത്താവ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ യു വിൽ ഗെറ്റ് മണി. പ്രാർത്ഥിക്കാനില്ലാത്ത ആൾക്കാര് കള്ളന്മാർക്ക് കാശിക്കും. അത് പ്രാർത്ഥിച്ചിട്ടാണ് കാശുണ്ടാകണം. അവര് എന്തോരം കാശുണ്ടാക്കി ടോപ്പ് ലെവലിൽ സുഖമായിട്ടിരിക്കണ്ടല്ല. അവർ പള്ളിയിലേക്ക് പോലും വരില്ല. ഡൊണേഷൻ വാരി കൊടുക്കുന്നുണ്ട്. അവർക്ക് മനസ്സുണ്ട്, പക്ഷെ അവർക്ക് അവിടെ ഇറങ്ങി വരാൻ പറ്റുന്നില്ല. പക്ഷെ ഡൊണേഷൻ കൊടുക്കും. നമ്മൾ ഡൊണേഷൻ കൊടുക്കുമില്ല, അവിടെ മുഖംമൂടിയായിട്ട് ഇരിക്കുകയും ചെയ്യും, ഡെയിലി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നിട്ട് വീട്ടിൽ ഒരാളോട് സംസാരിക്കാൻ നമുക്ക് അറിയില്ല, ഒരു മനുഷ്യനോട് നമുക്ക് സംസാരിക്കാൻ അറിയില്ല. പിന്നെ എങ്ങനെ ബ്ലെസ്സിങ് വരുന്നതാണ്? ഒരിക്കലും വരുന്നില്ല. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റണം. ഈ സമയം മാറ്റാനുള്ളതാണ്. ദൈവമേ, എനിക്കൊന്നും അറിയില്ല, ഈശോയെ എനിക്ക് വചനം കേൾക്കുമ്പോ ഒന്നും മനസ്സിലാവില്ല. എന്റെ മുമ്പില് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇന്നത്തെ കാലത്ത് നമ്മുടെ മുമ്പില് അവനവന്റെ പ്രോബ്ലമാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒന്നിലെ മക്കള് കല്യാണം കഴിക്കാത്തത്, അല്ലെങ്കിൽ മക്കള് വേറെ ലവ് ചെയ്യണത്, അല്ലെങ്കിൽ പഠിപ്പിന്റെ ശരിയില്ലാത്തത്, അല്ലെങ്കിൽ അപ്പനമ്മയോടും ഉണ്ടാത്തത്, അല്ലെങ്കിൽ കടബാധ്യതയായിട്ട് നിൽക്കുന്നത്. ഇത് നമ്മുടെ പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അതിലാണ് തല മൊത്തം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സോൾവ് ദാറ്റ്. മനുഷ്യന് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മൈക്കിൾ ജാക്സനെ കേട്ടിട്ടില്ല? മൈക്കിൾ ജാക്സൺ എല്ലാവർക്കും അറിയാലോ. മൈക്കിൾ ജാക്സൺ അറിയില്ലേ? ഒരു ഡാൻസർ, ലോകത്ത് വെച്ച് നല്ല ഭയങ്കര ഡാൻസറാണ് അല്ലേ? ഉറങ്ങരുതിട്ട് ആരും, ഉറങ്ങരുത് ചേച്ചിയെ, ഉറങ്ങരുതിട്ട്. അപ്പൊ മൈക്കിൾ ജാക്സന് 5 വയസ്സില് പാട്ട് പാടും. 5 വയസ്സില് പാട്ട് പാടും. 5 വയസ്സിൽ തന്നെ അവൻ ഫേമസ് ആയി.
12 വയസ്സാകുമ്പോഴേക്കും ലോകം അറിയുന്നവനെ. ആര്? ലോകം അറിയുന്നവനെ. കാശ് കടന്ന് കമന്ന് വരികയാണ്. കാശ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മൈക്കിൾ ജാക്സൺ. അപ്പൊ മൈക്കിൾ ജാക്സൺ എന്ത് ചെയ്തു? കോടിക്കണക്കിന് പൈസ പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നടന്ന സംഭവം, തമാശ പറഞ്ഞല്ല. 10-40 ഇത് ഗിന്നീസ് ബുക്കില് ഇത് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഈ പാവങ്ങൾക്ക് സഹായിച്ചതിന്റെ പേരിൽ മൈക്കിൾ ജാക്സൺ. തമാശകാരനല്ല, അത്രയും കാശ് വരുന്ന വന്നിട്ടുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഈ കാശൊക്കെ ഇങ്ങനെ വന്നോണ്ടേയിരിക്കല്ലേ, ഓരോ ഡാൻസിനും കോടിക്കണക്കിന് കാശ് ഓരോരുത്തരിങ്ങനെ കാശ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കാശ് ഇങ്ങനെ വന്ന് എന്ത് ചെയ്തു? ഇവരെന്ത് ചെയ്തു? എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ഇവന് തോന്നി അങ്ങനെ ഉണ്ടാവും, എന്റെ മൂക്കൊന്നും മാറ്റാം. അവനെന്തും ചെയ്യാലോ. അവരുടെ മൂക്ക് അത് മാറ്റി അവന്റെ ശരീരത്തില് കാശ് വെച്ച് കളിക്കാൻ തുടങ്ങി. മൂക്ക് മാറ്റി റെഡിയാക്കി ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കി. പിന്നെ മുടി മാറ്റണം തോന്നി, കാശുണ്ടല്ലോ. അപ്പൊ ഓപ്പറേഷൻ ചെയ്ത് മുടിയൊക്കെ മാറ്റി. പിന്നെ അയാൾക്ക് ഒരു തോന്നൽ തോന്നി, എന്താ അറിയും, എനിക്ക് എന്തായാലും ഇത്രയ്ക്ക് ഉണ്ടല്ലോ 100 വയസ്സ് വരെ ജീവിക്കണം. സത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്, ഉണ്ടായ സംഭവം. 100 വയസ്സ് വരെ എനിക്ക് ജീവിക്കണം. അപ്പൊ 100 വയസ്സ് വരെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ശരീരത്തിലെ എല്ലാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ വേണ്ടേ? 12 ഡോക്ടറെ നിയമിച്ചു. ഓരോന്നിനും ഓരോ ഡോക്ടറെ നിയമിച്ചു. ഡയറ്റീഷ്യൻ, ഫാറ്റ്, അത് ഇത് എല്ലാം. അത് അവര് കഴിച്ചു കഴിഞ്ഞിട്ട് മൈക്കിൾ ജാക്സൺ കഴിക്കുള്ളൂ. നടന്ന സംഭവം. അങ്ങനെ അയാൾ സന്തോഷമായിട്ട് അങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു ദിവസം വർഷത്തില് ആള് വഴി. അത്ര ഡെയിലി അയാൾ പോണെങ്കിൽ ചെക്കപ്പാ. സ്കിൻ എങ്ങനെയുണ്ട്, ശ്വാസം പൂരിക്കാൻ പറ്റുന്നുണ്ടോ, ഫാറ്റ് ഉണ്ടോ, ലിവർ എങ്ങനെ, കിഡ്നി എങ്ങനെ, അതിങ്ങനെ എല്ലാ ഡോക്ടർമാരും ഫുൾ ചെക്കപ്പ് കഴിഞ്ഞിട്ട് അതിന് ഫുൾ പെർഫെക്റ്റ് ആണ് ആള്. എന്ത് സംഭവിച്ചു? എന്താ, നമ്മുടെ ഇഷ്ടത്തിനൊന്നും നടക്കില്ല. മൈക്കിൾ ജാക്സൺ ചെയ്ത പോലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇരിക്കുന്ന ബിസിനസ്സുകാരാണെങ്കിലും ടാറ്റ ബിർളയൊന്നും ആവാൻ പോണില്ല. അവർക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല, ഒരിഷ്ടം ഉണ്ടാവില്ല നമുക്ക്. ആ ഇഷ്ടം ഉണ്ടായിക്കോട്ടെ, പക്ഷെ കർത്താവിന്റെ കൂടെ ചേർന്നിട്ട് വേണം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ആയുസ് വേണമെങ്കിൽ. ആയുസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, വയസ്സ് എന്ന് പറയുന്നത് നമ്പറാണ്. നമ്മുടെ മനസ്സിലാണ് ആഗ്രഹിക്കുന്നത്. വയസ്സ് കേട്ടിട്ടൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. വയസ്സൊക്കെ 95 വയസ്സിലും ആൾക്കാര് ജീവിക്കുന്നുണ്ട്, 99 സൂപ്പറായിട്ട് ജീവിക്കുന്നുണ്ട്. അതല്ല, അവരുടെ മനസ്സിന്റെ ആരോഗ്യമാണ്. ആ മനസ്സിൽ അവർ ദൃഢപ്പെട്ടിട്ട് കർത്താവിനോട് കൂടിയും ആ ചിട്ടയോട് കൂടിയും സിസ്റ്റമാറ്റിക്കോട് കൂടി പോകുന്നവരായിരിക്കും അവര്. ഒരിക്കലും ലോകത്തിന്റെ പിന്നാലെ പോകത്തില്ല. ഇത് നമ്മൾ ലോകത്തിന്റെ പിന്നാലെയാ പോകുന്നേ. നിങ്ങൾ നോക്കിക്കോ, നെസ്റ്റോല്, ഇവിടെ നെസ്റ്റോല് ഇതാ ഇന്ന് മുതൽ സൂപ്പർ സെയിൽസ്, മെഗാ സെയിൽസ് ഇവിടെ ഇടുന്നു. അതേ ചൂടോട് കുട്ടിയുടെ കാര്യം പോകുന്നത് മെഗാ സെയിൽ അതാണ് നോക്കും. കാശുണ്ടോ ഇല്ലയോ, എന്താണ് അവിടെ എന്താ സ്റ്റേജുമായിട്ട് നോക്കാം. മനുഷ്യന് ഇത്രയേ ഉള്ളൂ. അവിടെ പോയിട്ട് നോക്കണം. നോക്കിക്കഴിഞ്ഞാലോ ചീപ്പാട് 800 രൂപ 400 രൂപയോ എങ്ങനെ കടം മേടിക്കാം. പിന്നെ കട തീർക്കാം. ചീപ്പായി സാധനം കിട്ടിയില്ല, മനസ്സിലുണ്ടോ? ഇന്ന് ഇങ്ങനെയാ പോണേ. AI ടെക്നോളജിയാണ്. അവര് അതുപോലെ മുതലെടുക്കുന്നുണ്ട്. കാരണം അവർക്ക് അത് വേണം. റാസൽ കേബില് ഞാൻ നോക്കിയപ്പോ നെസ്റ്റോ ഉണ്ട്, വലിയ നെസ്റ്റോ ഉണ്ട്. പിന്നെ ഇപ്പൊ സഫാരി മാള് വന്നിട്ടുണ്ട് പുതിയത്. തൊട്ടടുത്തല്ലേ വന്നിരിക്കണേ സഫാരി മാള്. ഇപ്പൊ നെസ്റ്റോ കഴിഞ്ഞിട്ട് കുറെ പൊട്ടത് ഷാർജന്റെ 7 അയൽക്കത്ത് വരില്ല റാസൽ കേമ മാർക്കറ്റിംഗ്. പോരാ, വളർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ആലോചിക്കും, ഇവര് എങ്ങനെ സർവേ ചെയ്തിട്ടുണ്ട്. 10-20 വണ്ടിയും കൊണ്ട് വെച്ചിട്ടുണ്ട്, ജീപ്പും വെച്ചിട്ടുണ്ട്. ഓരോ ടിക്കറ്റിനും 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബസ് ആൾക്കാരവിടെ ബുദ്ധിമറിയാം. ആശക്കൊന്നും ഉണ്ടാവില്ല, ക്രെഡിറ്റ് കാർഡിനൊന്നും ഉണ്ടാവില്ല. ഒക്കെ സരളായിരിക്കും. കംപ്ലീറ്റ് പോലീസ് സ്റ്റേഷനിലും സംഗതി ഇത് കേട്ടി പ്രശ്നം. ഒരു ആവശ്യമുണ്ടോ ആവശ്യമില്ല ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ കൂടെ വരുമ്പോ നിങ്ങൾക്കൊരു ഐക്യം മാത്രമല്ല, അവിടെ ഒരു എളിമ മാത്രമല്ല, അവിടെ ഒരു വിവേചനം മാത്രമല്ല, എന്താണ് ദൈവത്തോട് ചോദിക്കേണ്ടത്? കർത്താവേ, ഞാൻ എന്താകും, നീ എവിടെ എന്നുള്ളത് ധാരണ വേണം.
നിയമാവർത്തനം 6-ാം അധ്യായത്തില് 6-ാം അധ്യായം 6ഉം 7ഉം തിരുവചനം. നിയമാവർത്തനം 6-ാം അധ്യായത്തില് 6ഉം 7ഉം തിരുവചനം ഇങ്ങനെ പറയുന്നു: ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവനിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ വീട്ടില് ഞാൻ എപ്പോഴും സ്നേഹയോട് പറയും, വൈഫിന്റെ പേര് സ്നേഹയാണ്, സ്നേഹയോട് പറയും, പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടില്ല? ആറ്റിനദി ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറെ ഉണ്ട്, പുഴ, ആറ്, ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നു. ജന്മം ഉണ്ടെങ്കിൽ റിട്ടേൺ ആവില്ല ആ വെള്ളം, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുള്ളൂ. ആറ്റിലും പുഴയിലും നിങ്ങൾ നോക്കിക്കോ, വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ വെള്ളം ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് പോയില്ല, റിട്ടേൺ ആവില്ല, ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. എന്നതുപോലെയാണ് ഈ പ്രശ്നങ്ങൾ മനുഷ്യന്റെ ശരീരത്തിൽ വന്നുകൊണ്ടേയിരിക്കും. വാട്ട് നെക്സ്റ്റ് വിത്ത് ക്രൈസ്റ്റ്, വിത്ത് വേർഡ് ഓഫ് ഗോഡ്? വാട്ട് നെക്സ്റ്റ്? വേർഡ് ഓഫ് ഗോഡ് യു ഗെറ്റ് നോളജ്, വിവേചനം. ഫ്രം ദാറ്റ് നമുക്കത് സ്ഥിരീകരിക്കാൻ പറ്റണം. അതിന് ഇത് വേണ്ടേ? വചനം വേണ്ടേ? വചനം ഇല്ല, അപ്പൊ നീ പറ്റും. അതാണ് പ്രശ്നം. അതാണ് അതിന്റെ വലിയൊരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഉപവാസം എടുക്കുന്ന സമയത്തും ഈ ദാനധർമ്മം ചെയ്യുന്ന സമയത്തും ഇതെല്ലാം ദൈവം നമ്മളെ പരിശോധിക്കണം. നമ്മളങ്ങനെ പരിശോധിക്കണം. ദൈവമേ കുറച്ച് ഇരിക്കണം. അവരിവരൊക്കെ പ്രാർത്ഥന, ഓരോ എക്സ്പീരിയൻസ്. നാളെ ഞാൻ കുറെ എക്സ്പീരിയൻസ് ആകുമ്പോൾ 90 വയസ്സാകുമ്പോൾ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊരു ബുക്ക് എഴുതും, ഒരു പ്രാർത്ഥന ബുക്ക് എഴുതും. നിങ്ങളും എഴുതും, വേറെ അച്ഛന്മാരും എഴുതും. ഇതൊക്കെ നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം, ശരി. പക്ഷെ അതൊന്നല്ല വേണ്ടത്. നിന്റെ ഉള്ളിൽ നിന്റെ വ്യക്തിത്വം ജനിക്കണം. അവിടെ അത് ജനിക്കണമെങ്കിൽ തിരുവചനം വരണം. ഈ തിരുവചനത്തോടെ ചേർന്ന് നിൽക്കണം. എന്നാൽ മാത്രമേ അത് നമുക്ക് വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. ഒരു വചനം വായിക്കാം നമുക്ക്. 1 ദിനവൃത്താന്തം. ആരെങ്കിലും വായിക്കാമോ? 1 ദിനവൃത്താന്തം. ഉറക്കണം വായിക്കണേ. 28-ാം അധ്യായം 8-ാം തിരുവാക്യം. അതിനാൽ ഇസ്രായേലിന്റെ കർത്താവിന്റെ സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ ദൈവം കേൾക്കെ ഞാൻ പറയുന്നു, ഐശ്വര്യപൂർണമായ ഈ ദേശം അനുഭവിക്കുവാനും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾ ഇതിനെ ശാശ്വതമായി അവകാശപ്പെടുത്തുവാനും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അതിനാൽ ഇസ്രായേലിന്റെ കർത്താവിന്റെ സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ ദൈവം കേൾക്കെ ഞാൻ പറയുന്നു, ഐശ്വര്യപൂർണമായ ഈ ദേശം അനുഭവിക്കുവാനും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾ ഇതിനെ സ്വാസ്ഥതമായി അവകാശപ്പെടുത്താനും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുവിൻ. ഇത് സത്യമായിട്ട് ഞാൻ പറയാം, അന്വേഷിച്ച് നമ്മൾ ഇങ്ങനെ ഇതിന്റെ പോസ്റ്റിൽ ഇരുന്നിരുന്ന് ഞാൻ ആദ്യം വിചാരിച്ചു എന്റെ ജീവിതം തന്നെ നിങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം പറയാം, നമ്മൾ ഇതൊന്നല്ല, നമ്മൾ ഇതിന്റെ പിന്നാലെ പോയിട്ടു. ഇതൊന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല. മലയാളം വായിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ ദൈവം കാട്ടിക്കൂട്ടുന്നുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലാവണം. ഒരു സന്തോഷം ഉണ്ടായിരുന്നു ലൈഫിൽ. ഇങ്ങനെ മൂടിയേറ്റി ഒരു സന്തോഷം. പണമുണ്ട്, പേരുണ്ട്, പുകഴുണ്ട്, എല്ലാം ഉണ്ട്. ഒരു സന്തോഷമില്ല. ഒരു കൂട്ടുകാര് ഒരാളോട് സംസാരിക്കാൻ തോന്നുന്നു. ഇങ്ങനെ ഇരിക്കും, എന്ത് ചെയ്താലും സന്തോഷമില്ല. അപ്പോഴാണ് ഈ കർത്താവ് തെരഞ്ഞെടുത്തത്.
കർത്താവ് തെരഞ്ഞെടുത്തിട്ട് ഈ വചനത്തിന്റെയും കാട്ടിലും 10 ഇരട്ടി വചനങ്ങളുണ്ട് ഋഗ്വേദയില്, സാമവേദത്തില്, യജുർവേദത്തില്, അഥർവവേദത്തില്. ഇതൊന്നല്ല, ഇതിന്റെ അപ്പുറം സാൻസ്ക്രിറ്റിലാന്ന് മാത്രം. അത് പഠിച്ച ആളാണ്. അതിലൊന്നും എനിക്ക് ഒരു സന്തോഷം കിട്ടിയില്ല. വചനം കേട്ടിട്ട് ഈ വചനം വിശ്വസിക്കുമ്പോ, അതാണ് വചനം കേട്ടിട്ട് അത് വിശ്വസിച്ചിട്ട് നിനക്ക് ആ സമയത്ത് നിനക്ക് സന്തോഷം കിട്ടും, ഒരു സമാധാനം കിട്ടും. ഈശോ സമാധാനം കിട്ടും. ബാക്കിയെല്ലാം പോയാലും, അപ്പനും അമ്മ വീട് സ്വത്ത് ഗിത്ത് എല്ലാം പോയാലും സന്തോഷം ഉള്ളിലേക്ക് കടന്നു വരും. ഉറപ്പാണ്. അത് വന്ന ശേഷം ഒറ്റപ്പെട്ടു, ആരുമില്ല, ഉണ്ടായി ആരുമില്ല. എവിടെ കിടന്നു, എവിടെ ഭക്ഷിച്ചു, എവിടെ എന്ത് ചെയ്തു, ആരുമില്ല. ഇപ്പൊ വരുമോ? ക്രൈസ്തവരെന്നേ പറയുള്ളൂ. ആരാ വരുന്നേ? വരുന്ന ആൾക്കാരുണ്ടോ? കർത്താവിന് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ വരും. നല്ല സമരക്കാരനായിരിക്കും. വരുന്നുണ്ട്, എനിക്കറിയാം. അങ്ങനെയുള്ള എനിക്ക് അന്നും ഇന്നും ഈ വചനത്തിലാണ് നിൽക്കണം. സത്യം പറയാം. കാരണം വചനം ചതിക്കില്ല. ഈ വചനം ഉരുവിടണം. നിന്നെ കഷ്ടപ്പെടുത്തും, നിന്നെ നേരിക്കും. ചെകുത്താൻ പോലും പിശാച് പോലും ഇന്ന് നമ്മുടെ കുരിശിന്റെ വഴിയിലെ കർത്താവിനെ പ്രാർത്ഥിച്ചപ്പോൾ 40 ദിവസം മരുഭൂമിയിലേക്ക് നടക്കുന്ന കർത്താവിനോട് ഇവൻ ചോദിച്ചു, ഈ ദൈവമാണെങ്കിൽ അപ്പമാക്കണോ കല്ലെടുത്ത്? യേശുവിനെ പരീക്ഷിച്ച ആള് ഇന്ന് ഈ ഭൂമിയില്, നിന്റെ കുടുംബത്തില്, നിന്റെ പാരമ്പര്യത്തില് ദുരാത്മാക്കൾ ഇല്ലാന്ന് വിചാരിച്ചേ? ആര് പറഞ്ഞില്ല? ഉണ്ട്. നിന്റെ തലമുറയെ ബാധിക്കരുത്. ഇഫ് യു ആർ നോട്ട് വിത്ത് ക്രൈസ്റ്റ്, സത്യമായിട്ട് ഞാൻ പറയാം, ഇഫ് യു ആർ നോട്ട് വിത്ത് ക്രൈസ്റ്റ്, ഇഫ് യു നോട്ട് ബിലീവ് ദ ക്രൈസ്റ്റ്, the problem starts in life. ബിലീവ് എന്ന് പറഞ്ഞാൽ ബിലീവ് ആയിരിക്കണം. പ്രശ്നങ്ങള് അല്ല നമ്മൾ നോക്കിയിരിക്കേണ്ടത്. ഒരു സുഖ സൗകര്യത്തിലല്ല നമ്മൾ നോക്കിയിരിക്കേണ്ടത്. സുഖ സൗകര്യം ദൈവം നിനക്ക് വേണ്ടി ഇരട്ടിക്ക് ദൈവം തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം ഇവിടെ ഗൾഫിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ദൈവം തെരഞ്ഞെടുത്ത് ഫസ്റ്റ് ടൈം ഇവിടെ വരുമ്പോ എനിക്ക് സണ്ണിച്ചേട്ടൻ ഉണ്ടായിരുന്നു, ഇവരെല്ലാരും ഉണ്ടായിരുന്നു. ഒന്നും പറയാനറിയില്ല. എനിക്ക് ചോദിച്ചു ഒന്നും അറിയില്ല. സങ്കടമായിരുന്നു ഉള്ളിൽ പറയാൻ. എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് പറയണം, നിങ്ങളത് അനുഭവിക്കണം, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണം. യേശു എനിക്ക് തന്നതുപോലെ, യേശു അതാണല്ലോ പറഞ്ഞേ, നിനക്ക് ഞാൻ ചെയ്തു തന്നു ഡാനിയലെ, പോയി അവരോട് പറ. എനിക്ക് ഭാഷ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് പാണ്ഡിത്യമില്ല എന്നൊക്കെ പറഞ്ഞാലും കർത്താവ് പറയാണ്, ഗോ. സണ്ണിച്ചാട്ടൻ എന്നെ പിടിച്ച് പറയാണ്, പറ, ഉള്ള മലയാളത്തിൽ പറ. See, that's supporting. ഞാൻ മറക്കത്തില്ല മനുഷ്യനെ, ഞാൻ മറക്കത്തില്ല. ഇതും പറയണം എനിക്കിവിടെ. കാരണം പഴയത് മറക്കാൻ പാടില്ല. ഒരു ചെറിയ ഉപകാരമായിരിക്കാം, അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സണ്ണിച്ചേട്ടനെ എനിക്ക് ചെയ്യേണ്ട വല്ല ആരും ഉണ്ടായിരുന്നു? അവരെ എത്ര പേരുണ്ടായിരുന്നു? ആ പറഞ്ഞോടുകൂടി UAE മൊത്തം വചനം പറയാൻ തുടങ്ങി. UAE ഗോസ്പൽ മിനിസ്ട്രിന്റെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആക്കി മാറ്റി ദൈവം. റാഫേൽ കൈമേനെ കോർഡിനേറ്റർ ആക്കി മാറ്റി. 19 വർഷം ലേ മിനിസ്റ്റർ ആക്കി മാറ്റി. കഷ്ടങ്ങളും ദുഃഖങ്ങളും 2 പ്രാവശ്യം സെമി പാരലൈസും എനിക്ക് വന്നു. നഷ്ടമായി ആരുമില്ലായിരുന്നു. ഓൺ വിസിറ്റിംഗ് വിസയിലെ ജോലിക്ക് പോലും പോകാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോഴും പോകാൻ പറ്റത്തില്ല. ഓൺ വിസിറ്റിംഗ് വിസയിലെ സെന്റ് മൈക്കിൾ ചർച്ചിലെ സ്നേഹ എന്ന പെൺകുട്ടിയെ ദൈവം എനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്നു. ഞാനിതൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
നമ്മളുടെ ജീവിതം ഇപ്പോൾ ശ്രദ്ധിക്കണേ. ഈ ഉപവാസ സമയത്ത് നമ്മൾ ആരോടെങ്കിലും വെറുപ്പ് നീരസമുണ്ടെങ്കിൽ അത് മാത്രമേ എനിക്കിപ്പോ കൂടുതൽ പറയാനുള്ളൂ. അത് നീ ഉള്ളിൽ വെക്കല്ല, നാശമാണ്. യേശുവിന്റെ മകനായിട്ട് നീ തൂങ്ങിപ്പോ, നീ നാണിച്ചിപ്പോ, നീ ഒന്നുമില്ലാണ്ടായിപ്പോ, കുഴപ്പമില്ല. യേശുവിന്റെ മകനായിട്ടിരിക്കും, നിനക്ക് ഒന്നും വേണ്ട. യേശുവിന്റെ മകനായിട്ടിരിക്കും, നീ സ്വർഗം കാണും. നമ്മൾ ആൾക്കാരെ കാണിക്കാനോ മറ്റുള്ളവരെ കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അയ്യോ 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 നിന്റെ വിചാരമാണ്. ദിസ് ഈസ് ദുരാത്മാക്കൾ. അതാണ് ദുരാത്മാക്കൾ. നിനക്ക് പറയാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിനക്ക് പറയാൻ സാധിക്കുന്നില്ല, യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ ഓടിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് നിന്റെ ഉള്ളിൽ ഗിൽറ്റി. ആ ഗിൽറ്റി നീ വന്ന് ഇവിടെ ഇരുന്നാൽ മറ്റുള്ളവർക്കും കൂടി ആ വിശ്വാസത്തെ തകർക്കും. അവിടെ വിടുതൽ കിട്ടത്തില്ല. നമ്മൾ ഇത്രയും പേര് 5 പേരാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. അറിയാമോ, എന്റെ മനസ്സിന് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പയ്യൻ. തളർന്നു കിടക്കുന്നവര്, സ്നേഹമില്ലാത്തവര്, വീടില്ലാത്തവര്. നിനക്ക് കാശുണ്ടായിട്ട് വേണ്ടോ കാശ് കൊടുക്കാൻ. നിന്റെ ബാങ്കിൽ കുറെ സ്വത്തുണ്ട്, മൈക്കിൾ ജാക്സൺ കൊടുക്കുന്നത് പോലെ കൊടുക്കണമെങ്കിൽ ആ മനസ്സ് വേണം. നീ നല്ലൊരു ചിരി ചിരിച്ചാൽ മതി നിന്റെ വീട്ടില്, നിന്റെ കുടുംബത്തില്, നിന്റെ അമ്മായിയമ്മയോട്, നിന്റെ അളിയനോട്, നിന്റെ ചേട്ടനോട്. എന്നിട്ട് നീ കുരിശിന്റെ വഴി ചൊല്ലേ. You will get God. You will get God. ഇനി പറയാണ്, സമയം പോണ ഈശ്വര, വചനങ്ങളിൽ ദൈവം തന്നിരിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തില് 7-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിൽ കീഴടക്കണം, അതിനെ കീഴടക്കണം. കണ്ടിട്ട് നമ്മളുടെ ആഗ്രഹം ഐഫോൺ കണ്ടു, എന്തെങ്കിലും കല്യാണത്തിൽ പോകണം, ഐഫോൺ കണ്ടു, ആഗ്രഹം വരും. എനിക്ക് ആഗ്രഹം വരും, നല്ല ഫോൺ ഉപയോഗിച്ചാലോ കുഴപ്പം, ഐഫോണ് കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പൊ തന്നെ ഭർത്താവിനും കൊടുത്ത് കിട്ടിയാ കിട്ടട്ടെ എന്നേ. കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്ന് പറയാൻ പറ്റണം. ദാറ്റ് ഈസ്. അല്ലെങ്കിൽ ദുരാത്മാവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയോ. യേശു ക്രിസ്തുവേ, നീ എനിക്ക് അത് ഐഫോൺ തന്നാൽ ഞാൻ അത് മേടിക്കും, ഇല്ലെങ്കിൽ നോ എന്ന് പറയാൻ നിനക്ക് പറ്റണം. അതർവൈസ് ഇൻസൈഡ് there is no word of God. എന്നെ എഴുതിത്തന്നെ with my experience. You are hearing the word of God, but you cannot, practically you cannot do that. Anything. You know, by heart ആയിട്ട് പറയും, ബൈബിൾ കാണാപ്പാടമെന്ന് പഠിക്കും, ബൈ ഹാർട്ട് ആയിട്ട് നിലവിളിക്കും, ബൈ ഹാർട്ട് ആയിട്ട് പ്രസംഗിക്കും. നിന്റെ വീട്ടിൽ പോയാൽ അറിയാം വിവരെന്താ. നീ ബ്രദറെ എന്ന് വിളിച്ചിട്ട് പറയുമ്പോ നീ എങ്ങനെ പെരുമാറുന്ന നിന്റെ ആറ്റിറ്റ്യൂഡിൽ അറിയാം. ആറ്റിറ്റ്യൂഡാണ് ദൈവം നോക്കുക. നിന്റെ മനസ്സാണ് കീറേണ്ടത്, നിന്റെ വസ്ത്രമല്ല. അപ്പൊ ഈ കാര്യങ്ങളില് നമ്മൾ മനസ്സിലാക്കണം. ഒരാളോട് ചിരിച്ചില്ലെങ്കിൽ നേരിട്ട് പോയി ചിരിക്കണോ. അയാൾ ചിരിക്കാൻ പറ്റിയില്ല, പാവം, അവനെന്തോ വിഷമം ഉണ്ടാവും. ചേട്ടാ സുഖമാണ് ചേട്ടാ, പോട്ടെ ഒന്ന് പറഞ്ഞു വെക്കേക്ക് പോവാ സമയത്ത് ചിക്കനും മട്ടനും ഇട്ട് കൊടുക്കും. അത്ര ഉപവാസം അത്ര. അത് കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞ് വലിച്ചു വാരി തിന്നു. ഈ ദേഷ്യം കാര്യങ്ങളൊക്കെ എവിടെ പോകും? ആരോട് ഈ പറയണേ? പഴയ ക്രിസ്ത്യാനികളൊക്കെ നന്നായിട്ട് പെരുമാറിയിരുന്നു. ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളും നമ്മളെല്ലാരും കൂടി അന്ധവിശ്വാസികളാണ്. ഇതില് ഒരു അന്ധവിശ്വാസികൾ. അതങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെയാണ്. ഇനി ഇത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കടന്നു വരുന്ന സമയത്ത് അവിടെ ശിഷ്യന്മാരൊരു കാര്യം ചോദിച്ചു. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശിഷ്യന്മാര് ചോദിക്കാണ്. 2-ാം അധ്യായം 12 ഒന്ന് വായിക്കാമോ? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 12-ാം തിരുവാക്യം ഒന്ന് വായിച്ചേ. ഇതിന്റെ എല്ലാം അർത്ഥം എന്തെന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. ഇന്ന് അതാണ് നടക്കണം. എന്താണ് നടക്കുന്നത്? എറണാകുളം അങ്കമാരി കുർബാന അച്ഛന്മാരൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ കുർബാനയുടെ അത് ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു.
ഇതെന്താ സംഭവിക്കും? ഞാൻ എന്തോരം ദാനം ചെയ്യുന്നു, എന്റെ മക്കളിൽ ഒന്നാവാത്ത, എന്താ ദൈവം എന്നോട് പ്രസരിക്കാത്തത് ചോദിക്കാറുണ്ടോ? ഇതിന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ അവർ ചോദിച്ചത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം, അതിന്റെ കണക്റ്റഡ് 16-ാം അധ്യായം 2-3 തിരുവചനം പറയുന്നു, അവൻ പ്രതിവചിച്ചു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ. എന്ത് ബ്യൂട്ടിഫുൾ വേർഡ് ഓഫ് ഗോഡ്. ഗോൾഡൻ. പലതും നമുക്കറിയാം, പക്ഷെ കാലത്തിന്റെ അടയാളങ്ങളും കാലത്തിന്റെ കാലാവസ്ഥയെല്ലാം മാറി. ഇന്നത്തെ യൂത്ത് അങ്ങനെയല്ലേ, അതിന്റെ പിന്നാലെ പോണു. ഇന്നത്തെ കാലം ഇതല്ലേ അല്ലേ, അതിന്റെ പിന്നാലെ പോണു. തിരിച്ചറിയാൻ പറ്റാത്ത പോകുന്ന കാര്യങ്ങൾ അവിടെ തിരിച്ചറിയുന്നില്ല. ഇനി അതിന് വേറെ പറയുന്നുണ്ട്. ഇതേ 2 തിമോത്തിയസ് 3-ാം അധ്യായത്തില് 2 തിമോത്തിയസ് 3-ാം അധ്യായത്തില് 1-5 തൊട്ട് 5 വരെയുള്ള തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ശ്രദ്ധിച്ചു കേട്ടോ, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ദൈവദൂഷരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കാത്തതിനു പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. Very, 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 very difficult to understand. എങ്ങനെ ആരെ വിശ്വസിക്കും? ഈ ലോകത്ത്, ഇപ്പോഴത്തെ ലോകത്ത് ആരെ വിശ്വസിക്കും? പള്ളിയിലൊക്കെ ചെറിയ കുട്ടികള് സിനിമാറ്റിക് ഡാൻസ് ആണ് കളിക്കുന്നത്. ആർക്കും ഒരു വിരോധമില്ല. എന്നിട്ടാണ് അതിന്റെ പാട്ട് ആ പാട്ട് എന്താണ്, അവള് ഭയങ്കര ഫേമസ് ഒരു പാട്ടാണല്ലോ അത്. രജനീകാന്തിന്റെ ഒരു പടത്തിലെ ഒരു പാട്ടില്ലേ, ജയിലർ ഒരു പാട്ടുണ്ട്. ഇങ്ങനെ ഒരു പാട്ടുണ്ട്, അതില് ഒരു ഡാൻസ് പാട്ടുണ്ട്, എന്തോ ഓർമ്മ വരുന്നില്ല. അത് ആ മ്യൂസിക്കും ഇതെല്ലാം കൂടി പള്ളിയിൽ വെച്ചിട്ട് അപ്പൊ ഞാനും കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ കല്ലായി. പാട്ട് വേണം, ഐഡിയ, പാട്ട് വേണം, എൻജോയ്. ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാനാണ്. Why you bring to church? Then what is the use? ആത്മീയമേ ഇല്ല. അപ്പൊ അതാണ് ഈ വചനം. ഞാൻ ആരെ കുറ്റപ്പെടുത്തില്ല, ഈ വചനത്തോട് ചേർന്നവരും മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങൾ എന്ന് പറഞ്ഞാൽ സിംബോളിക്കാണ് കൊടുത്തിരിക്കുന്നത്. സുഖഭോഗം, കള്ളും കൂടി പെണ്ണും കൂടി, അത് വേറെ സുഖം, അത് അവന്റെ സുഖം. അപ്പൊ ഇതൊരു സുഖം. കുട്ടികള് അതിന് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇത്ര വയസ്സുള്ളൂ, ഇത്ര പൊടികളാ, എന്താ സ്മാർട്ട്.
ഓ എന്താ എനർജി ഡാൻസ് കളിക്കാൻ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ നമ്മള് പള്ളിക്കകത്ത് വന്നു കഴിഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്, പള്ളിക്കകത്ത് വന്നു കഴിഞ്ഞു. കാരണം ബാറൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 5 പറയുന്നുണ്ട്. ബാറൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 5 ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്ക് എതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. ബാറൂക്കിന്റെ പുസ്തകത്തിൽ പറയണം, എന്താണ് പറയുന്നത്? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രമിക്കാതെ, word of God you are not hearing properly in the holy mass. The problem starts. holy mass കുർബാനയിൽ നിനക്ക് ഏറ്റവും 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 ആദ്യമായിട്ട് അവിടെ ആദ്യത്തെ വചനം വായിക്കുന്നു, 2-ാമത്തെ വചനം വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വചനം വായിച്ച് വ്യാഖ്യാനം തരുമ്പോ നിന്റെ മൈൻഡിലുള്ള ചിന്തകളെല്ലാം വേറെ ആണെങ്കിൽ നിലം പറ്റി. എന്താ? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ, അത് കുർബാന വേണമെന്നൊന്നുമില്ല, ഇപ്പോഴും ഈ വചനം ശ്രവിക്കാതെ എന്ന് പോയാൽ നിലം പറ്റും തന്നെ ചെയ്യും. ഞാനെല്ലാം പറഞ്ഞത് ബൈബിളാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ പറഞ്ഞു, അതാണ് അതിന്റെ കാര്യം. അപ്പൊ നമ്മൾ ആ റെസ്പെക്ട് കൊടുക്കുന്നതിന് കൊടുക്കണം. ദാവീദ് റെസ്പെക്ട് കൊടുത്തു. അപ്പൊ എന്താ സംഭവിച്ചേ? 2 സാമുവേൽ 5:10 2 സാമുവേൽ 5:10 ഇങ്ങനെ പറഞ്ഞു, ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൂടെ നിന്നാണ്ടല്ലോ നമുക്ക് ആ സന്തോഷം ഉണ്ടാവും. അത് എന്റെ കാര്യം പറയും, ദാവീദിന് കിട്ടിയിട്ട് അത് നമ്മൾ വായിക്കുമ്പോ ദാവീദിനെ വിളിക്കാൻ പറ്റും? ഇല്ല, അത് വായിക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ സങ്കടത്തിലെ വിഷമത്തിലുള്ള സമയം ഇപ്പോ. പക്ഷെ ദൈവത്തിന്റെ കൂടെ നമ്മള് ആത്മാർത്ഥമായിട്ട് ഒന്നുമില്ലാത്ത എല്ലാം നീ തന്നു. ഈ സമയം ഇന്ന് എത്ര പേര് മരിച്ചു പോകുന്നു? 40 വയസ്സിൽ മരിച്ചു പോകുന്നു, കിടന്ന് ഇതില് മരിച്ചു പോകുന്നു, നടന്ന് ഇതില് മരിച്ചു പോകുന്നു, ചെറുപ്പക്കാര് മരിച്ചു പോകുന്നു, വയസ്സായ മരിച്ചു പോകുന്നു. അയ്യോ, പെട്ടെന്ന് ആള് നന്നായിരുന്നല്ലോ, പെട്ടെന്ന് മരിച്ചുപോയി, ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് എനിക്ക് ദൈവം തന്നിട്ടുള്ള രാവിലെ മുതൽ കുർബാനയ്ക്ക് പോയി നന്നായി പ്രാർത്ഥിച്ചു, ഇവിടെ വന്നു നിങ്ങളുടെ കൂടെ വചനം പങ്കുവയ്ക്കുന്നു. എന്ത് സന്തോഷം, എന്ത് സന്തോഷം, ആനന്ദമാണ്, ആനന്ദം. അതിൽ ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ കൂടെ ഇങ്ങനെ നിങ്ങൾ കേട്ടാലും ശരി, കേട്ടില്ലെങ്കിലും ശരി, ദൈവം എന്നോട് പറയണം. കുരിശിന്റെ വഴി നമ്മൾ ചൊല്ലിയില്ലേ? ചുമ്മാണോ കുരിശിന്റെ വഴി ചൊല്ലിയത്? കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി കുരിശിന് കയറി മരിച്ചത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കല്ലേ? അതല്ലേ ക്രിസ്തീയ വിശ്വാസം. യേശു ഉണ്ടെന്നല്ലേ വിശ്വാസം. യേശു ഇല്ലാതെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. യേശുവിന്റെ വേറെ വിശ്വാസം വേണം ആദ്യം. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി മരിച്ചു, എന്നിട്ട് ജയിലിച്ചു വീണ്ടും, എന്നിട്ട് എനിക്കെല്ലാം പറഞ്ഞു തന്നു, നമുക്കെല്ലാം പറഞ്ഞു തന്നു. പക്ഷെ മനുഷ്യനായി ആളെല്ലാം കഷ്ടം പറ്റി നമ്മളിപ്പോഴും അങ്ങനെ ഇരിക്കുക. അപ്പൊ മരിച്ചു പോകുന്നതിൽ അർത്ഥമുണ്ടോ? ആലോചിച്ച് നോക്കി. കുറെ പണം ഉണ്ടാക്കി, കുറെ കുഞ്ഞുങ്ങളുണ്ടാക്കി, കുറെ ബിൽഡിംഗ് ഉണ്ടാക്കി, ആർക്ക് കൊടുക്കും? നിന്റെ മക്കൾക്ക് കൊടുക്കുവോ? മക്കള് മര്യാദയ്ക്ക് നീ ജീവിച്ച പോലെ ജീവിക്കുന്ന എന്താ ഉറപ്പ്? അപ്പൊ അമേരിക്കക്ക് പോയിട്ട് കുറെ വീട് കെട്ടിയിട്ട് കാഞ്ഞിരപ്പള്ളിയിലെ മകളുടെ ഞാൻ പോയി കണ്ടു, വലിയ വലിയ വീട് വെച്ചിട്ട് പോകുന്നുണ്ട് മക്കള്. അപ്പൊ നമ്മെ വയസ്സായി, ഒടിഞ്ഞു, സൂക്കേടായി, പല സൂക്കേടും വന്നു. സൂക്കേട് വന്നാലേ അവന്റെ കാര്യം പോക്കാം. ഈ പൈസ വെച്ചിട്ട് എന്ത് ചെയ്യും? ഡോക്ടർ കൊണ്ടുകൊടുക്കും. അവിടെ നീ യേശുക്രിസ്തുവിന്റെ പേരിൽ നീ എന്തെങ്കിലും ചെയ്തു നോക്കി, അവിടെയാണ് ഞാൻ പറയും സന്തോഷം. അവിടെ വയസ്സ് കുഴപ്പമില്ല, പൈസ കുഴപ്പമില്ല, രോഗം കുഴപ്പമില്ല, ക്യാൻസർ കുഴപ്പമില്ല, നീ എന്ത് വന്നാലും കുഴപ്പമില്ല. എത്ര പേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം. ക്യാൻസർ ഒക്കെ വന്ന് അവസാനത്തെ റോഡിൽ ഇങ്ങനെ കിടന്ന് പിടയുന്ന ആൾക്കാരുണ്ടല്ലോ. കർത്താവിനെ പറ്റി പറയണ കണ്ടു കഴിഞ്ഞാൽ ചേടും.
അതാണ് അതിന്റെ കാര്യം. ഓ, വേദന, ക്യാൻസർ, ഓരോരുത്തർക്ക് ക്യാൻസർ, ഇവിടെ ക്യാൻസർ, കണ്ണിന് ക്യാൻസർ, തൊണ്ടയിലെ ക്യാൻസർ, കിഡ്നിയിലെ ക്യാൻസർ, ലിവറിലെ ക്യാൻസർ, അവിടെ ക്യാൻസർ, ഇവിടെ ക്യാൻസർ, വേദനിക്കുന്ന ക്യാൻസർ, ഭയങ്കര വേദന, ഡോക്ടർ പോലും എടുക്കുന്നില്ല, ഭയങ്കര വേദന. അവനൊക്കെ ചിരിച്ചോണ്ടിരിക്കുക. അവനെ പോയി കാണാൻ പോകുമ്പോ, പ്രാർത്ഥിക്കാൻ പോകുമ്പോ, അയ്യോ ഈശോയേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ അത്രയ്ക്ക് വിശ്വാസത്തോടെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് കാര്യം നടക്കത്തില്ല. സങ്കീർത്തനങ്ങൾ 127:1. സങ്കീർത്തനം 127:1 ഇങ്ങനെ പറയുന്നു: കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. ശരിയാണോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് വേണ്ടത് ദൈവം പറയുന്നുണ്ട്. ഹങ്കായിയുടെ പുസ്തകം ഒന്ന് വായിക്കാമോ? ഹങ്കായിയുടെ പുസ്തകം 1:5. ഹങ്കായിയുടെ പുസ്തകം 1-ാം അധ്യായത്തില് 5-ാം തിരുവാക്യം. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പറയാണ് ഇന്നത്തെ സ്ഥിതിയെ പറ്റി, നിന്റെ ആത്മീയ സ്ഥിതിയെ പറ്റി, ആത്മാവിന്റെ സ്ഥിതിയെ പറ്റി, മനസ്സിന്റെ സ്ഥിതിയെ പറ്റി, ചിന്തയുടെ സ്ഥിതിയെ പറ്റി, കുടുംബത്തെ സ്ഥിതിയെ പറ്റി ചിന്തിച്ചു. മൈക്കിൾ ജാക്സനെ പോലെ പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അന്തിമ തീരുമാനം കർത്താവിന്റെയാണ്. കഷ്ടപ്പെടും, സങ്കടം. നമ്മൾ കർത്താവിന്റെ കൂടി ഇത് സന്തോഷം കിട്ടിയിരിക്കും, പിന്നെ ഇത് പണിക്ക് നടക്കേണ്ട ആവശ്യമില്ല. ഓപ്പണായിട്ട് പറയും. ഞാൻ കർത്താവോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവെ, ഞാൻ ഇവിടെ വരുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും കിട്ടണം. ഞാൻ നല്ലോണം വചനം പറയണമെന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അതാണ് അതിന്റെ ശരി. നാളെ അടുത്ത ആഴ്ച വേറെ ബദർ വരും, അതിന്റെ അടുത്ത ആഴ്ച വേറെ ബദർ വരും. നിങ്ങളിരുന്ന് കേട്ടോണ്ടേയിരിക്കണം. ഈ മൈക്ക് കണ്ടിട്ടില്ല? മൈക്കിൽ ഇങ്ങനെ ഡിവൈൻ ധ്യാനമന്ദിരത്തില്, എല്ലാ ധ്യാനമന്ദിരത്തിലും മൈക്കിൽ ഇങ്ങനെ വെച്ചിരിക്കുക. ഹലോ ടെസ്റ്റിംഗ് മൈക്ക് വെച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ മൈക്കിൽ കൂടെ ഇങ്ങനെ പാനക്കടച്ചനും വല്യുരാനച്ഛനും വലിയ ബ്രദേഴ്സും രോഗസൗഖ്യമുള്ള ബ്രദേഴ്സൊക്കെ വന്നിട്ട് മൈക്കിൽ കൂടെയാണ് പറയാൻ. ആണോ? മൈക്കിൽ കൂടെയാണോ പറയാൻ? ആണോ? അപ്പൊ മൈക്കിൽ കൂടെ പറയുമ്പോ മൈക്കിലേക്ക് സൗണ്ട് കേൾക്കില്ലല്ലോ. ഇല്ലല്ലോ, കേൾക്കില്ല. അപ്പൊ മൈക്ക് ഉണ്ടാവും, മൈക്ക് വേണം. മനസ്സിലാട്ടോ? എത്ര വർഷമായി ആ മൈക്ക് അവിടെ ഇരിക്കണം? മൈക്കിന് വലിയ കുഴപ്പമുണ്ടോ? നോക്കി, മൈക്ക് അവിടെ തന്നെ ഇരിക്കണം. മൈക്കിന് ഒരു വ്യത്യാസമില്ലാതെ കേൾക്കുന്ന ആൾക്കാർക്ക് വ്യത്യാസം വരുത്താറുണ്ട്. അത് മൈക്കിനെ പറഞ്ഞിട്ട് കാര്യം. മൈക്ക് സൂപ്പർ മൈക്കൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പൊ റാസൽ കൈമയിലൊക്കെ ഇങ്ങനത്തെ സൂപ്പർ മൈക്കാണ്. അടിപൊളി മൈക്കുള്ള സൂപ്പർ മൈക്കാണ്. തൊട്ട സൗണ്ട് ഡിജിറ്റലാണ്. മൈക്ക് മാറ്റിട്ട കാര്യം, കേൾക്കുന്ന ആളുടെ ഉള്ളില് ആ ചിന്തയിലും വിചാരത്തിലും കുടുംബത്തിലും നിനക്ക് മാറ്റം വരുത്തണം നീയാണ്. എഫെസ്യർക്കാർക്ക് എഴുതിയ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിന്റെ മനസ്സിന്റെ നവീകരണം വഴി നീ മാറ്റ്. നിന്റെ പഴയ കാലത്തിലുള്ള പാപങ്ങളും ചിന്തകളും എല്ലാം ദൂരേറി. അത് വായിക്കാമോ? എഫെസ്യസ് 4-ാം അധ്യായം. സൂപ്പർ വചനട്ടോ. എഫെസ്യസ് 4-ാം അധ്യായത്തില് എഫെസ്യസ് 21 മുതൽ വായിക്കാം. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും
സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുക. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് ടു ക്രിസ്ത്യൻസ്, ഓൾ ക്രിസ്ത്യൻസ്. ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്ന, ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവർക്കുമുള്ള വചനമാണ്. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കരുതേ. ബുദ്ധിയുടെ അല്ല, ചിന്തയിലല്ല, പാരമ്പര്യത്തെ ക്രിസ്ത്യാനികളിലല്ല, കുടുംബത്തിലല്ല, പണമോഹത്തിലല്ല, ഒന്നുമല്ല. മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. അതാ പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന് പറഞ്ഞാൽ യേശുവിനോടുള്ള ആത്മാർത്ഥത, യേശുവിനോടുള്ള സത്യം, യേശുവിന്റെ വചനത്തോടുള്ള ഇഷ്ടം. യേശു എന്ത് ോടും അമ്മയോടും അപ്പനോടും എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷെ അവരിട്ട പൂണോലെ ഞാൻ മാറ്റിക്കളഞ്ഞു. അവർക്ക് ദേഷ്യമായി, വിഷമായി. വർഷങ്ങളോളം എന്നോട് മിണ്ടിയില്ല, എന്നെ തടഞ്ഞു. അപ്പോഴും ഞാൻ ചിന്തിച്ചത് കാര്യം ഇതാത്രേ ഉള്ളൂ. യഥാർത്ഥമായ വിശുദ്ധി, കുശുമ്പ്, അസൂയ, ഡിഗ്നിറ്റി, ഈഗോ, ഞാൻ ബ്രാഹ്മണനാണ്, ബ്രാഹ്മണന്മാർക്കാണ് അധികം ബുദ്ധി, ഞാൻ വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് അങ്ങനെയുണ്ട്, ഇപ്പടിയുണ്ട്, ഈ ജാതി ഒന്നും ശരിയില്ല, ആ ജാതി ഇങ്ങനെ മാംസം കഴിക്കും. ഇതെല്ലാം മാറിപ്പോകണം. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിമാന്റെ കയ്യിലാണ്. നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കല്ല, ദൈവം ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും, കർത്താവേ ഞാൻ നിന്റെ കൂടെ, എന്നാലേ നീ എന്റെ കൂടെ വരികയുള്ളൂ. നീ എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനൊന്ന് ബോധ്യപ്പെടുത്തണം. ഒരു ഓഫീസിൽ ഒരു ഇന്റർവ്യൂക്ക് പോയി കഴിഞ്ഞാൽ അവൻ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, നഴ്സ് ആയിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, അവന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷെ അവൻ പ്രവർത്തിക്കുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവന്റെ കാര്യം. അത് പ്രൂവ് ചെയ്യണം. അവൻ എക്സ്പീരിയൻസ് ഉള്ള ആൾ പറയും, ഇറ്റ്സ് ഓക്കെ, ഐ വിൽ ഷോ മൈ എബിലിറ്റി, ആഫ്റ്റർ ദാറ്റ് യു ഗീവ് മീ മൈ സാലറി, അതർവൈസ് ഐ വിൽ ആസ്ക് യു. ഇതാണ് കോൺഫിഡൻസ്, ഇതാണ് വേണ്ടത്. എന്നിട്ട് എന്താ പറയുക? വഞ്ചിക്കപ്പെട്ട തിന്മകൾ അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരോടും തങ്ങളുടെ അയൽക്കാരോട്, എന്താ അയൽക്കാരോട് എന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്കാരോട്, നമ്മളെ വീട്ടിലെ അടുത്ത ആൾക്കാരോട്, സഭയുടെ ആൾക്കാരോട്, നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരോട്, എന്താ പറയണേ? എല്ലാവരോടും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. കാരണം നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. ഒരു പൂവിനെ തന്നെ കാണാം, കുഴപ്പമില്ല, അയാളുടെ അനുവാദം കൂടാതെ പോയി പൊട്ടിക്കരുത്. സുന്ദരിയായ പെണ്ണു വന്നാൽ നോക്കണേന് തെറ്റുണ്ടോ? സുന്ദരിയായ പെണ്ണിനെ നോക്കണേന് തെറ്റുണ്ടോ? നോക്കിക്കോ. സുന്ദരനായ ആളെ കണ്ടാൽ നോക്കണ്ടേ? തെറ്റില്ല, ഒരു തെറ്റുമില്ല. ഉള്ളിൽ കൊണ്ടുവരും. രണ്ടാമത് കാണണം എന്ന് തോന്നിക്കരുത്. മനസ്സിലാക്കാം? രണ്ടാമത് കാണണം തോന്നിക്കരുത്. ഒരു വണ്ടിയിൽ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും വൈഫും ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ പോകുമ്പോ നല്ലൊരു പെണ്ണ് മുന്നിൽ വന്നു ഇങ്ങനെ പോകണം. വണ്ടി തെങ്ങനെ നല്ലൊരു പെണ്ണ്, നല്ല സെക്സിയായിട്ട് നല്ല കുട്ടപ്പ പെണ്ണ് ഇങ്ങനെ പോകണം. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാൻ കണ്ണല്ല മുന്നിൽ കണ്ണടയ്ക്കാൻ പറ്റുമോ? അയ്യോ എന്റെ ഭാര്യ കണ്ണടയ്ക്കാൻ പറ്റുമോ? നോക്കാൻ മുടിയല്ലേ? നോക്കി ഭാര്യ നോക്കും, ഞാൻ നോക്കുന്നുണ്ടോ? ഭാര്യമാര് നോക്കുന്നുണ്ടോ? എനിക്ക് അനുഭവമുണ്ട്. ചേട്ടാ ഞാൻ നോക്കാം, നിങ്ങക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? ഫ്രണ്ടിലേ നിൽക്കണേ, സത്യം പറ. നോക്കി ഫ്രണ്ടിലേക്ക് വന്നു, ഞാൻ നോക്കി സുഖമായിട്ട്. ബ്യൂട്ടി നീ വായോണ്ട് പറയുകയും ചെയ്തു, അറിയാണ്ട് പറഞ്ഞപ്പോ റഷ്യക്കാരി എന്താണെന്ന് തോന്നുന്നു. കണ്ടപ്പോ ഞാൻ ഫാന്റാസ്റ്റിക് എന്ന് ഞാൻ പറഞ്ഞു, വായോണ്ട് പറഞ്ഞു. അപ്പൊ അവള് പറയാണ്, ചേട്ടൻ വചനം പറയുന്ന ആളാണോ? ഒട്ടനെ പറഞ്ഞു. ഞാൻ പറയും, അത് ഞാൻ പറഞ്ഞത് കൊണ്ട് എന്റെ കർത്താവിനറിയാം എന്റെ മനസ്സ്.
ഞാൻ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. ബ്യൂട്ടിഫുൾ. ദൈവം സൃഷ്ടിച്ച അവളെ എത്ര ഭംഗി അവർക്ക് കൊടുത്തു. നിന്റെ കുസുമ്പല്ല, നിന്നെക്കാട്ട് ഭംഗിയുണ്ട്, അത് പറഞ്ഞ കാര്യം. അതല്ല കാര്യം, അത് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പൊ അത് പ്രശ്നമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അത് സൈക്കോളജിക്കലാണ്. അപ്പൊ നമ്മള് മനസ്സുകൊണ്ട് ഇതിന് കണ്ടുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, പാനിക്കാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞേ. അവരിങ്ങനെ കാറിന്റെ ചുറ്റും ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്ന് ബാക്കിലേക്ക് വന്നു. അപ്പൊ എനിക്ക് എങ്ങനെ തോന്നി, നോക്കിയാലോ. അങ്ങനെ ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ഉള്ളില് പാവം കയറും. മനസ്സിലാവുണ്ടോ? മക്കൾക്ക് മനസ്സിലാവുണ്ടോ? കൊച്ചുമക്കൾക്ക് മനസ്സിലാവുണ്ടോ? നീ വേദന ഇവിടെ വന്ന് പറഞ്ഞു എന്നിട്ട് ഓക്കെ. അതായത് പാപം നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നു. അത് ശ്രദ്ധിക്കണം. നമ്മൾ അതാണ് കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കും. രാത്രി ആകുമ്പോഴേക്കും ബെഡിലിരുന്ന് സോറി ഞാൻ അറിയാണ്ട് പറഞ്ഞത്. എന്തിനാണ് ഞാൻ പറയണേ? ഞാൻ അറിയാണ്ട് പറഞ്ഞതല്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞത്. പക്ഷെ അവിടെ വിവേകപൂർണമായിട്ട് നമുക്ക് ഇവിടെ നേടിയെടുക്കണം. ഇവിടെ തെറ്റിദ്ധരിച്ചു. മനസ്സിലാവുണ്ടോ? ലേഡീസിനെ എപ്പോഴും അങ്ങനെയാണല്ലോ. ലേഡീസ് നല്ലവരാണ്, പക്ഷെ അവര് സൈക്കോളജിക്കലി നമ്മൾ മനസ്സിലാക്കണം. പെട്ടെന്ന് നമ്മൾ ആണുങ്ങൾ പറയില്ല. അപ്പൊ നമ്മള് എന്റെ സുന്ദരിയല്ലേ, ദൈവം തന്ന സുന്ദരിയല്ലേ, അവള് സുന്ദരിയാണ്. പക്ഷെ നീ അവൾ ചേട്ടൻ ഇത് പറഞ്ഞല്ലോ ഞങ്ങളുടെ സുന്ദരിയാണെന്ന്. എന്റെ ഉള്ളിൽ കയറി. ഞാൻ പറയും അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും, എന്റെ ഉള്ളിലല്ല പാവം കയറിയ, ഇപ്പൊ നിന്റെ ഉള്ളിലാ പാവം. നീ അത് പറഞ്ഞു എന്നെ പാവിയാക്കും. ഇതന്നെ ആദ്യം ചെയ്തത്. ഇത് കഴിക്കരുത്, തൊട്ടാൽ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അത് ദൈവത്തെ പോലെ ആവും. കണ്ടില്ലേ? ഇങ്ങനെ വരിക. ഓട്ടോമാറ്റിക്കലി എങ്ങനെ തന്നെ ഈ പാപം വരണേ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. സാത്താനാണ് നിങ്ങൾ അവസരം കൊടുക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അതെല്ലാം കഴിഞ്ഞ് 30-ാമത്തെ അധ്യായത്തിലാണ് കറക്റ്റ് ലാസ്റ്റ് വചനമാണ് പറയുന്നത്. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. കണ്ട, പരിശുദ്ധാത്മാവ് മുഖേനയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈശോന് ഇഷ്ടമല്ല. ഈശോന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് മാതാവ് പറഞ്ഞത്. എങ്ങനെ പറഞ്ഞു? ഈശോന് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞത്. അതെന്താണ്? സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുകയും എന്നിട്ട് ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. കണ്ടില്ലേ? ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ദൈവം പറയണം, നമ്മൾ ക്രിസ്തുവിന്റെ വഴി ചൊല്ലി മുട്ടുകുത്തി ചാടി കരഞ്ഞു ഒക്കെ ചെയ്തു, പള്ളിയിൽ അഭിനയിക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ നോക്കി നിൽക്കും. ഞാൻ സത്യമായിട്ട് കണ്ടതാ. ഭർത്താവ് എല്ലാം ഭംഗിയായിട്ട് ഭക്തിയോടെ നടത്തി. കാറിൽ ഭാര്യയും ഭർത്താവും കേറി ഇരുന്നപ്പോ ഇവന് ഒരു ഹാബിറ്റ് ഉണ്ട്. എന്തുട്ടാ? സ്മോക്കിംഗ്. കാറിൽ കയറി ഇരുന്നപ്പോ ഇവന്റെ ശരീരത്തിന് നിക്കോട്ടീൻ പോയിരിക്കല്ലേ, പാവത്തിന് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. ഭാര്യ അവിടുന്ന് പറയണം, മനുഷ്യ എത്ര നേരം അവിടെ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ഇത് കണ്ടോണ്ടിരിക്കുക. മനുഷ്യനെ പ്രാർത്ഥിച്ചു ഇപ്പൊ പള്ളിയുടെ മുമ്പിൽ തന്നെ വലിക്കണം. ഇവര് ആകെ ദേശീയ ഇവര് വലിക്കാതിരിക്കാൻ പറ്റില്ല. ഇറങ്ങി പോടി വണ്ടി. സത്യമായിട്ട് ഞാൻ കേട്ടോ, ഇറങ്ങി പോടി വണ്ടി. ഇതുപോലെ വന്ന് കേട്ടോ. അപ്പൊ ഇത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഞാൻ ഇതിന് നോക്കി. ചിലർക്ക് ഇത് പറ്റില്ല. എനിക്ക് പറ്റുന്നു പറഞ്ഞിട്ട് ചിലർക്ക് പറ്റണമെന്നില്ലല്ലോ. അപ്പൊ അവരെ അറിയാതെ അവരുടെ ഉള്ളില് പാപം അവര് കേൾപ്പിച്ചെടുക്കുക. ആ ഹാബിറ്റിൽ മനസ്സിലാണ്ടോ? ഇതുപോലെ ഹാബിറ്റ് നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കപ്പെടാത്തതുണ്ട്. നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ കിടക്കുന്നു. ഇതെല്ലാം ഭയങ്കര ഇതാണ്. അത് ദൈവം പറഞ്ഞത്. ദൈവം ക്രിസ്തു വഴി, അതാണ് കറക്റ്റ്. പിതാവ് വഴി പറഞ്ഞൂടെ? പിതാവ് വഴി പറഞ്ഞില്ലല്ലോ. ദൈവം പറയണ ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർത്ഥതയോടെ പെരുമാറുന്നു. ഇപ്പൊ ഈ ഭാര്യയോട് ഇവരിങ്ങനെ പറഞ്ഞു.
ഭാര്യയും ഭർത്താവുമാണ്, മരണം വരെ നിന്നേ പറ്റുള്ളൂ, ക്രിസ്ത്യാനിക്ക് നിന്നേ പറ്റത്തുള്ളൂ, വേറെ വഴിയൊന്നും. ഇന്നത്തെ കാലത്ത് ജർമ്മനിയിലൊക്കെ ആകുമ്പോൾ മാറി പോകുന്നുണ്ട്, അത് വേറെ കാര്യം. കൈകെട്ടി പോകുന്നുണ്ട്. മരിച്ചില്ലേ ഒരു സ്ത്രീ, പാവം ഒരു സിസ്റ്റർ, 2 പെണ്ണും കൂടി മരിച്ച, ആ പെൺകുട്ടികളെ നശിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് അവര് മരിച്ചത്. നമ്മൾ പറയും ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായാലും ആരെ സഹായിച്ചു? എനിക്ക് ഭയങ്കര വിഷമാണ്. നമ്മളവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി സഹായിച്ച, ഒരു ചെറിയൊരു സഹായം. ഇതാണ് ക്രിസ്ത്യാനികൾ. ആലോചിച്ചു, ധൈര്യമില്ല. അച്ഛൻ കൊടുത്തില്ല, ലെറ്റർ കൊടുത്തില്ല. അവിടെ കേൾക്കാൻ പോലും ആർക്കും മനസ്സില്ല. അവളുടെ പ്രയാസം കേൾക്കാൻ. എന്ത് സുന്ദരിയായ 2 മക്കളും അമ്മയാണ്. ആലോചിച്ചു. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കേട്ട് എന്റെ കാര്യം, എന്റെ മക്കളുടെ കാര്യം, എന്റെ ജോലിയുടെ കാര്യം വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ മുന്നില് നമ്മുടെ പ്രശ്നം മാത്രം ഇങ്ങനെ നിൽക്കണം. നമുക്ക് എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയ പോകണം, എങ്ങനെയെങ്കിലും വിസ തടസ്സം മാറണം, എങ്ങനെയെങ്കിലും കടം മാറണം, എങ്ങനെയെങ്കിലും ബിസിനസ് കിട്ടണം, എങ്ങനെയെങ്കിലും ഇത് കിട്ടണം, എങ്ങനെയെങ്കിലും കിട്ടണം. ആത്മാവ് രക്ഷ പ്രാപിക്കുന്ന പരിപാടിയേ ഇല്ല. കിട്ടിയാൽ കിട്ടി, അതാണ്. എവിടേക്കും പോണം എനിക്ക് മനസ്സിലാവില്ല. ഇത് എവിടേക്ക് പോണം അറിയില്ല ആൾക്കാർക്ക്. അപ്പൊ എന്നെ കേൾക്കുന്ന ഒരു സഹോദരിമാണ്, ഇതുപോലെ ക്രിസ്തു നിങ്ങൾ പരസ്പരം ക്ഷമിച്ച് കരുണ കാണിച്ച് ഹൃദയാർത്ഥത്തോടെ പെരുമാറും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ പല ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് എന്തെല്ലാം കഴിഞ്ഞാൽ എന്റെ അടുത്തേക്ക് വന്ന് പറയുമ്പോ, ഭാര്യമാർക്ക് ഒരു അതല്ല, അത് തെറ്റല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ എന്നെ മനസ്സിലാക്കി. എനിക്കൊരു വീക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. വീക്ക് പോയിന്റ് എപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല, വീക്ക് പോയിന്റ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങളുടെ വീക്ക് പോയിന്റ് പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ നാളെ വിട്ട് പറയാണ് എന്റെ വീക്ക് പോയിന്റ്. സ്വന്തം ഭാര്യ സംസാരിക്കുമ്പോ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ സംസാരിക്കുക, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ്. ഈ ഹോസ്പിറ്റലില് ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങള്, നിറവ് കിട്ടിയില്ല, അല്ലെങ്കിൽ അവര് 400 ഗ്രാം 500 ഗ്രാം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് പറയുക. ബ്രസ്റ്റ് പീഡി കിട്ടിയില്ല, അതാണ് ഇതാണ്. ഞാൻ എന്തോ ചിന്തയിലിരിക്കുന്ന ആളാണ്. ഈ ഒരു ABCD അറിയാത്ത കാര്യങ്ങളാണ് ഭാര്യ എന്നോട് പറയണേ, മനസ്സിലാവുണ്ടോ? അപ്പൊ ഞാൻ ആദ്യം പറയണം, പിന്നെ അവൾക്ക് മനസ്സിലായി ഞാൻ ആക്കുകയാണ്. അപ്പൊ അവളെ എന്നോട് ചോദിച്ചേ ഞാൻ ആക്കല്ല, സത്യത്തിൽ ഞാൻ വിചാരിച്ചെന്താണെന്ന് അറിയാമോ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്തെങ്കിലും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിപ്രായ വ്യത്യാസം വരും ഇല്ലേ? എടി നിനക്ക് എന്തേടി, നീ മുട്ടായിരുന്നാ പോലെ നിന്റെ ജോലി നീ കറക്റ്റായിട്ട് ചെയ്യേ. നിനക്ക് രാവിലെ വന്ന എന്താണ് ജോലി ഉണ്ടോ അത് നീ കറക്റ്റായിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യേ. നീ എന്തിനാ മറ്റുള്ള നഴ്സുമാരെയും ഡോക്ടർമാരെയും നോക്കണേ? അത് എന്നിട്ട് എന്നോട് പറയണേ. ഇതൊക്കെ നമ്മള് പറയും, ഞാൻ ഓപ്പറേറ്റ് പറയുന്നത് നിങ്ങളിൽ അത് പോകാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ എന്റെ വിചാരം എന്താ, അവള് പറയുന്നു, ഞാൻ എന്തെങ്കിലും പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. അപ്പൊ 2 പ്രാവശ്യം പറയുമ്പോ അവള് ബുദ്ധിമുട്ടുള്ള, അവള് ഭർത്താവിന്റെ കൂടെ നിൽക്കണം മകളല്ലേ, അവൾക്ക് മനസ്സിലായി. ചേട്ടാ ഞാൻ പറയുമ്പോ ചേട്ടൻ ആക്കുകയാണ് അല്ലേ, ഇത്രയും കാലം ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞു, ഉള്ളിൽ വെക്കാൻ പാടില്ലല്ലോ, ഉപസരിക്കണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കാലം പ്രാർത്ഥിക്കാൻ പോകണതാണ്, വിടുതൽ ചെയ്യേണ്ടതാണ്, രോഗ ശുശ്രൂഷ. അപ്പൊ നമ്മുടെ ഉള്ളിലൊന്നും പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സത്യത്തിൽ ആക്കിയതല്ലേ നീ പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെയോ ഇംഗ്ലീഷ് വാർഡുകൾ മരുന്നിന്റെ പേരൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ഒന്നും കിട്ടും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിഷമാവില്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തലയാട്ടിയതാ. ഇനി അങ്ങനെ വേണ്ടട്ടാ, തലയാട്ടണ്ട, കേൾക്കണം. ശരി കേക്കാം, ശിക്ഷ കുരിശ് കേക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുമ്പോ മുഖം നോക്ക് ചേട്ടാ, മുഖം നോക്ക്, മുഖത്ത് നോക്കണം. അപ്പൊ കേൾക്കണല്ലോ. അപ്പൊ മുഖത്ത് നോക്കുമ്പോ കണ്ണോട് നോക്കിയാലേ കേൾക്കാൻ പറ്റുള്ളൂ. ഇതാണ് എനിക്ക് സത്യം പറയാം. ഇന്നില്ലാത്ത ഭാര്യ ഭർത്താക്ക് സംഭവിക്കുന്ന കുടുംബത്തിലെ ആ ദൈവ അനുഗ്രഹം, അതിന്റെ ബ്ലെസ്സിങ് പോകുന്നത്
ഭാര്യയും ഭർത്താവും തമ്മില് നമ്മൾ അവരെ കണ്ണോട് ചേർത്ത് അവര് പറയുന്നത് കേൾക്കണം. ഞാൻ കേൾക്കാൻ തുടങ്ങി, സുഖമായി, ഒരു കുഴപ്പമില്ല, എനിക്കിപ്പോ ബസ്സിന് കിട്ടിയോന്ന് പറ്റില്ല, ബസ്സിന് കേൾക്കണം. നമ്മള് കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇരുന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണത് പോലെ നമ്മളിങ്ങനെ കേൾക്കണം. പക്ഷെ എത്ര കേട്ടാലും അവർക്ക് തൃപ്തിയാവില്ല. അത് ഒരിക്കലാവില്ല. അത് ഞാൻ സമ്മതിക്കില്ല. ലേഡീസിന്റെ ആ ജന്മത്തില് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ തുണിക്കടയില് പൊക്കും, ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കും. എനിക്ക് കളർ കണ്ട പറഞ്ഞു കൊടുക്കും, നല്ല കളറായിരിക്കും. അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല, വേറെ കളർ എടുക്കും. ഇതെങ്ങനെയുണ്ട് ചേട്ടാ? അവർ ചുമ്മാ ചോദിക്കണം, എന്നെ ആറ്റണം. അപ്പൊ ഞാൻ കടയിൽ വെച്ചിട്ട് അവളെന്ത് പറയും, എങ്ങനെയുണ്ട് ചേട്ടാ? അതും കൊള്ളാതെ. അപ്പൊ അതോ? അതും കൊള്ളാം. അപ്പൊ രണ്ടെണ്ണം എടുക്കാനാണോ? എനിക്ക് ഇഷ്ടമെങ്കിൽ രണ്ടെണ്ണം എടുത്തോ. ഇപ്പൊ അതിന് 1000 രൂപയാണ് വേണ്ട. അപ്പൊ ദേഷ്യം, ചേട്ടാ ചേട്ടാ ഇവിടെ നോക്കും ചേട്ടാ, അങ്ങനെ പറയും. അപ്പൊ ഞാൻ പറയും, ഞാൻ ഇതിലേത് പറഞ്ഞ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മക്കളുണ്ടെങ്കിൽ മക്കളിലേക്ക് ബാധിക്കും. നമ്മൾ കുർബാനയിൽ പോയിട്ട് എന്തെങ്കിലും കർത്താവിനോട് ആരാധനയുടെ പേര് ചോദിച്ചാൽ അത് ബ്ലെസ്സിങ് നമുക്ക് കിട്ടില്ല. കൂടെയുള്ളവനെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പെണ്ണാണ്. അവര് ഏതെങ്കിലും ജീവിതത്തില് പഠിച്ചു വളർന്ന കുട്ടികാലത്ത് വളർന്നു അവരെ മുഴുവനായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. ഇത് എന്റെ ഭാര്യ, ചുമ്മാ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് പോരാ, മനസ്സുകൊണ്ട് ഉൾക്കൊള്ളണം. അവിടെ റിയൽ സ്നേഹം നമുക്ക് അവർക്ക് എന്തൊക്കെ ആയാലും ശരി, സോറി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ്. അപ്പൊ അവർക്ക് മനസ്സിലാവും ചേട്ടൻ എങ്ങനെയാണ്, മനസ്സിലാവണം. നമ്മളെങ്ങനെയായാലും കുഴപ്പമില്ല അവർക്ക്, അത് നമ്മൾ നോക്കണ്ട. പക്ഷെ നമ്മൾ എപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ പറയുന്നുണ്ട്, കല്ലാനാലും പുരുഷൻ പുല്ലാനാലും പുരുഷൻ എന്ന് പറയും തമിഴ്നാട്ടിൽ. കല്ലാനാലും പുരുഷൻ പുല്ലാനാലും പുരുഷൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച ഭർത്താവ് പഠിപ്പുണ്ടോ, ഭംഗിയുണ്ടോ, അവൻ എഡ്യൂക്കേറ്റഡ് ആണോ, പാരമ്പര്യ സ്വത്തുണ്ടോ, ഇതൊന്നും നോക്കരുത്. ആ ഭാര്യയ്ക്ക് ഭർത്താവ് തന്നെയാണ്. അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കി അവരെ മനസ്സിലാക്കി ഉള്ളിലേക്ക് കൊണ്ടുവരണം. നമ്മൾ എന്റെ ഭാര്യ, കാരണം അമ്മ കഴിഞ്ഞാൽ, സത്യമായിട്ടും പറയാം, അമ്മ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളത് മക്കളൊന്നുമല്ല. മക്കളാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ നടക്കത്തില്ല. ഭാര്യയാണ് മക്കളുണ്ടാവും. പക്ഷെ മക്കൾക്ക് ഭാര്യയും മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അനദർ ഗ്രൂപ്പിലേക്ക് പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നല്ലവരായ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാം വിട്ടുകൊള്ളണം, സിമ്പിൾ ആയിട്ട് എടുക്കണം, കാര്യങ്ങൾ എടുക്കണം. എന്നിട്ട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, നിങ്ങളുടെ ഉള്ളിൽ ഒരു ആനന്ദം കിട്ടിയിരിക്കും, നിങ്ങൾക്കൊരു സന്തോഷം കിട്ടിയിരിക്കും. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ പോകും. എന്താണ്? അതാണ് അതിന്റെ കാര്യം, വേറെ ഒന്നുമില്ല. അങ്കായി 1:5 വായിച്ചു അല്ലേ? അങ്കായി 1:5, അങ്കായിയുടെ പുസ്തകം 1:5 വായിച്ചു. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അവരോട് ചെയ്തു, നിങ്ങളുടെ സ്ഥിതിയെ പറ്റി ചിന്തിക്കുന്നു. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്താൽ മതി, സിമ്പിൾ, ടെൻഷനേ വേണ്ട പ്രാർത്ഥിക്കുമ്പോ കേട്ടോ. പ്രാർത്ഥിക്കുമ്പോ ടെൻഷനേ വേണ്ട. നമുക്ക് നമ്മുടെ കാര്യങ്ങള് നടക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബിസിനസ് നന്നായി വളരണം, അതിനെന്ത് ചെയ്യണം? അത് ഇരുന്ന് കണ്ണടച്ച് പണ്ടനെ പോലെ പ്രാർത്ഥിച്ചാൽ പോരാ. അവിടെ കർത്താവിന്റെ അടുത്തിൽ നിന്നിട്ട് കർത്താവിനോട് നമ്മളൊരു ഫ്രണ്ടിനോട് ചോദിക്കുന്നത് പോലെ നമ്മൾ ആ വിശ്വാസത്തിൽ നമ്മൾ ചോദിക്കണം. കർത്താവെ, എനിക്കിത് ഒരു ബിസിനസ് ഉണ്ട്, ഈ ബിസിനസ്സിൽ 4 പേരുണ്ട് ജോലി ചെയ്യാൻ. പറയണം, ഇങ്ങനെ പറയണം. നമ്മൾ മനസ്സിലാക്കുമ്പോൾ പറയാം, ഇങ്ങനെ പറഞ്ഞ ആരാധനയിൽ പോയിട്ട് ഇങ്ങനെ പറയണം, എനിക്ക് ഇതിനെ വളർത്തണം എന്നുണ്ട്. ഇത് നീ എനിക്ക് തന്ന ഒരു താലന്താണ്. ഈ താലന്തിനെ വളർത്താൻ നിന്റെ ആത്മാവ് മുഖേന നീ എന്നെ സഹായിക്കണം. ഞാൻ നിന്നോട് സമർപ്പിക്കുന്നു. ദൈവം പറയുന്നുണ്ട്, സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ആ വചനം അതാണ് പറഞ്ഞത്.
വചനം വചനം കേട്ട് കേൾക്കാതെ പോകുന്നവൻ നിലംപതിക്കും. വചനം ശ്രദ്ധിക്കാതെ പോകുന്നവൻ നിലംപതിക്കും. നീ അവിടെ നിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കർത്താവ് പറഞ്ഞ കാര്യം പറയുന്നില്ല. കർത്താവ് പറഞ്ഞു തന്ന കാര്യങ്ങൾ പറയുന്നില്ല. ചിലപ്പോ അന്ന് തന്നെ ശരിയാവും, ചിലപ്പോൾ 2-ാം ദിവസം ശരിയാവും, ചിലപ്പോൾ 4 ദിവസം തന്നെ ശരിയാവും. ഭയങ്കര മിറാക്കിളാണ് പിന്നെ നമ്മൾ പറയുന്നത്. അടുത്തത് ശരിയായി കഴിഞ്ഞാൽ നമ്മൾ പറയാം, അയ്യോ എന്തൊരു അത്ഭുതപ്പാ, എന്തൊരു മിറാക്കിളാപ്പാ പറയും. അതുതാൻ മിറാക്കിൾ, അതുതാൻ അത്ഭുതം. അപ്പൊ നമ്മൾ ഈ വചനം ഞാൻ ഇങ്ങനെ ചെയ്യാം, നമ്മളിങ്ങനെ ചെയ്യാം. കഷ്ടം വരും, ദുഃഖം വരും, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. വചനത്തോട് വേറെ ആരോടും പോണ്ട. നമ്മൾ ആരാധനയിൽ പോവാം, അല്ലെങ്കിൽ കുർബാനയിൽ പോവാം. എന്നിട്ട് ആ പ്രാർത്ഥിക്കേണ്ട വിധങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാം ഫ്രീ ആവണം. കുമ്പസാരിച്ച് എല്ലാം ഫ്രീ ആവണം. കുമ്പസരിക്കണം വേണ്ട, കുമ്പസരിക്കാതെ പോകരുതേ. കുമ്പസരിക്കണം. കുമ്പസരിച്ചിട്ട് പോവാ. കർത്താവേ നീ ലൂക്ക വചനം വരുന്നു. ലൂക്ക 1:37. ലൂക്ക 1:37. ദൈവത്തിന് അസാധ്യമായി ഒന്നും. ദൈവത്തിന് അസാധ്യം. അത് അപ്പോഴേ മാതാവിന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ മാതാവിന്റെ കൂടെയും മാതാവിന്റെ മകന്റെ കൂടെയാണ് നമ്മൾ നിൽക്കണം. ആലോചിക്കണേ. അപ്പൊ നോക്കണേ ഇപ്പൊ നമുക്ക് എന്ത് പവർ ഉണ്ടെന്നും. ഒരു ക്രിസ്ത്യാനിക്ക് എന്ത് പവർ ഉണ്ട് ആലോചിച്ച്. ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചാൽ ദൈവം അവിടെ അനുഗ്രഹിക്കും. ബ്ലസ്സിംഗ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ പറയണം, നമ്മൾ ആരോടും പിന്നെ പോണ്ടാന്നേ. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 20. എന്താ അങ്ങനെ പറഞ്ഞേ? 38:20. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. ആദ്യം ആള് പുറത്തേക്ക് വന്നിട്ട് ശുദ്ധിയോടെ ആ മനസ്സ് കൊടുത്തു. അതുപോലെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, ബലിയർപ്പിക്കണം, കുർബാന ഉണ്ട്, അയ്യോ ഓടിപ്പോണം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 10 കുർബാന കണ്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കടമുള്ള ദിവസം അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് കുർബാനയ്ക്ക് പോകണം നല്ലതാ. അവിടെ പോയിട്ട് കർത്താവ് തെറ്റ് പറ്റി വരണം, തെറ്റ് പറ്റി അവനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എന്നാ ഞാൻ ക്ഷമിക്കും. നിന്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കും. എനിക്ക് എന്റെ ബിസിനസ് വളരണം, എന്റെ കുടുംബത്തിലെ എന്റെ മക്കൾക്ക് നല്ല പഠിപ്പുണ്ടാവണം. അതിന് കാരണം ഞാൻ കുമ്പസരിക്കും. അതിനു വേണ്ടിയെങ്കിലും ഞാൻ കുമ്പസരിക്കും. കണ്ടില്ലേ? എങ്ങനെയെങ്കിലും ഞാൻ എന്ന ഭാവം, ഈഗോ എന്ന ഭാവം, അഹങ്കാരം എന്ന ഭാവം നമ്മളിൽ നിന്നും പോണം. പല വഴിക്കും പോണം. അതിന് ഇതൊരു വഴിയുള്ളൂ. ഇതൊരു വഴിയുള്ളൂ. 2 സാമുവേൽ 5:10 എടുത്തേ. 2 സാമുവേൽ 5:10. 2 സാമുവേൽ 5:10. ദാവീദ് മേൽ പ്രാബല്യം നേടി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ? നമ്മുടെ കൂടെയും ദൈവം ഉണ്ടാവും. അതേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് വേണ്ടത്, ഇന്നത്തെ കാലത്ത് വേണ്ടത് എല്ലാം തരും. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു BMW ആഗ്രഹിക്കാം, പുതിയ BMW. അല്ലേ? വലിയൊരു BMW, അടിപൊളി BMW എനിക്ക് അല്ലേ? കാശുണ്ടെങ്കിൽ പോയി ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാങ്കിൽ ലോൺ തന്നും വേറെ BMW മേടിച്ചിട്ട്. BMW മേടിച്ചിട്ടാണ് യോജന പ്രഭാഷണം വരണ്ടേ? ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വരാം. പക്ഷെ എനിക്ക് തോന്നണം എനിക്കിപ്പോ BMW വേണ്ട. കണ്ടില്ലേ? നമ്മളുടെ ഇതിന്റെ ഒരു ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോ നമുക്ക് തോന്നണം BMW വേണ്ടാന്നല്ല, ദൈവമായി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തിനും ദൈവത്തോട് ചോദിച്ചിട്ട് വേണം. അതേ നിലനിൽപ്പുണ്ടാവുള്ളൂ. ബിസിനസ് ആയാലും, ഇനി മരുമകളെ കിട്ടണമെങ്കിലും, കല്യാണം കഴിക്കണം, എല്ലാത്തിനും ജോലിക്കാണെങ്കിലും ദൈവത്തിനോട് ചോദിച്ച് വേണം മേടിക്കാൻ. ദൈവത്തോട് ചോദിക്കണം. ചോദിക്കുമ്പോ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഒരു വചനം കൂടി വായിച്ചാലോ? 1 രാജാക്കന്മാർ 18-ാം അധ്യായം.
1 രാജാക്കന്മാര് 18-ാം അധ്യായത്തില് 21 മുതൽ ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവ് ആണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുക. കേട്ടാ, അവസാനത്തെ വചനാണ്. ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് 2 വഞ്ചി എന്ന് ഉദ്ദേശിക്കുന്നത് വിശ്വാസം, അവിശ്വാസം. വിശ്വാസം, അവിശ്വാസം. ഉറപ്പ്, ഉറപ്പില്ലായ്മ. സംശയം, കൺഫ്യൂഷൻ ആവുന്നു. ഓക്കെ, ഇതൊക്കെ 2 വഞ്ചിയാണ്. 2 വഞ്ചിയിൽ കാൽ വയ്ക്കും. കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ. ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ. ജനം ഒന്നും പറഞ്ഞില്ല. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിന്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ. ഞാൻ മാത്രം. ബാലിനാകട്ടെ 450 പ്രവാചകന്മാരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരും. ഒന്നിനെ അങ്ങനെ 39 വരെ വായിച്ചിട്ട് 39-ന് താഴെ വരുമ്പോ എന്താ ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത്. 39-ന്റെ താഴെ വരുന്നത് വായിക്കുമ്പോ കംപ്ലീറ്റ് പറയുന്നത് താഴെ വരുമ്പോ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും നീക്കിപ്പോയി ചാലിലെ വെള്ളം വെറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. കേട്ടോ, അതാണ് 1 രാജാക്കന്മാർ 18:39 വന്നത്. അതാണ് ഇത് കണ്ട് ദൈവം ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു. എന്താ, ഉള്ളിലൊന്നുമില്ലാണ്ട് സാഷ്ടാംഗം സറണ്ടർ, ഫുള്ളി സറണ്ടർ വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. കണ്ടില്ലേ, നമ്മളും ഇതുപോലെ പറയണം, കർത്താവ് താൻ നമുക്ക് രക്ഷിക്കാനുള്ളൂ. കർത്താവ് ലൂക്ക 1:37 കർത്താവ് നിനക്ക് സാധിക്കും. കർത്താവ് സങ്കീർത്തനം 91:14-15 നിനക്ക് സാധിക്കും. കർത്താവ് ഈശോയെ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളില് എന്ത് പാടില്ല? വെറുപ്പ് പാടില്ല, നീരസം പാടില്ല, ദുഷ്ടത പാടില്ല, വക്രങ്ങൾ പാടില്ല, ഇതൊന്നും പാടില്ല. അപ്പൊ ഇതാണ് ദൈവം ഇന്ന് നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. അതായത് ദൈവം ഇത്രത്തോളം പറഞ്ഞത് ദൈവവചനം ഒരിക്കലും മാറുകയില്ല. കർത്താവ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. നമ്മൾ എന്ത് ചോദിച്ചാലും കർത്താവ് തരും. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ചോദിക്കണമെന്ന് മാത്രം കർത്താവ് അത് വിവേകപൂർവം ആയിരിക്കാൻ വേണ്ടി കർത്താവ് പറയുകയാണ്. അതിനുവേണ്ടി നമ്മളെ പിടികൂടിയ നമുക്കറിയില്ല, നമുക്ക് അറിയില്ല ഈ ദുരാത്മാക്കള് എങ്ങനെ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. അറിയാത്ത അഹങ്കാരത്തിലായിരിക്കും, കണ്ണിന്റെ ദുരാശയിലായിരിക്കും, കേൾക്കുന്ന കേൾവിയിലായിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ കേട്ടോ. അതുകൊണ്ട് ഒരു പെണ്ണിനെ നോക്കി ഞാൻ പറഞ്ഞു, നോക്കിയാൽ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, അവിടെ എങ്ങനെ നിന്നാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഫീലിംഗ് ഞാൻ ഓക്കെ, ദൈവം കൊടുത്ത സന്തോഷം, താങ്ക് യു ഗോഡ്, അങ്ങനെ പറയുള്ളൂ. ഒരു വീട്ടിൽ നല്ല പൂക്കളുണ്ട്, ബ്യൂട്ടിഫുൾ പൂക്കളാണ്, നല്ല പൂക്കളാണ്. ആ പോയ പൊട്ടിക്കാൻ പോയാൽ എനിക്ക് അടികൊള്ളൂ, ആ പെണ്ണിനെ തൊടാൻ പോയാൽ അടികൊള്ളൂ. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ദൈവം പറഞ്ഞു തരുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായത്തില് 11 മുതലുള്ള തിരുവചനത്തില് ദൈവം പറയുന്നുണ്ട്. അതിന്റെ ഹെഡിങ് തന്നെ മനുഷ്യന്റെ ഉത്തരവാദിത്തം എന്നാണ്. നിന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. നിന്റെ മുമ്പിൽ മരണവും ജീവനും വെച്ചിട്ടുണ്ട്, ഏതെടുക്കണമെന്ന് നീ മനസ്സ് വെച്ചാൽ നിനക്ക് സാധിക്കുമെന്ന് അതിൽ പറയുന്നുണ്ട്. മനുഷ്യന്റെ ഉത്തരവാദിത്വം, ദ മാൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് വചനം കേൾക്കുമ്പോ, കുർബാനയിൽ പോകുമ്പോ, ആരാധനയിൽ പോകുമ്പോ, ഇനിയുള്ള ദിവസം നമുക്ക് ഈ ഉപവാസ സമയം ദാനധർമ്മം കൊള്ളുന്നു. ദാനധർമ്മം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നു. അത് ഭയങ്കര ഇതാണ്.
ഒരാളോട് ചിരിക്കാണ്ടിരിക്കാണ്, മിണ്ടാതിരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ ചേട്ടാ സുഖാണല്ലേ ചേട്ടാ, എന്താ അയാളൊന്നും മിണ്ടിയില്ലെങ്കിലും വേണ്ട, നമ്മൾ അങ്ങോട്ട് വോളണ്ടിയർ ആയിട്ട് സംസാരിക്കാമെന്ന്. അങ്ങനെ ഇതായിട്ടല്ല, ഓക്കെ സുഖല്ലേ, ഓക്കെ അങ്ങനെ. അപ്പൊ അങ്ങനെ 2 പ്രാവശ്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോകും, നമുക്ക് വിടുതൽ കിട്ടും, നമ്മുടെ കുടുംബത്തിന് വിടുതൽ കിട്ടും, കുമ്പസരിക്കാൻ സുഖമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിലിങ്ങനെ നിന്ന് പോവാം, കുറേശ്ശെ ഡെയിലി ഇതന്നെ പണി. എന്നെ സംബന്ധിച്ചോളം ഡെയിലി ഇത് പണിയായിട്ട്. അത് അത്രയും നെഗറ്റീവാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കൂടെ നടക്കും, പക്ഷെ അപ്പൊ തന്നെ മനസ്സിൽ വാഷ് ചെയ്ത് കളയും. അതിന്റെ ആത്മാവിനാൽ നിഗദിക്കാൻ പഠിക്കണം. മനസ്സിലോട്ട ദൈവം പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിനാൽ നീ അത് നിഗദിക്കാൻ പഠിക്കണം. നമ്മളത് വേണ്ട, നമുക്കത് വേണ്ട, എന്റെ അല്ല സിജോന്റെ ഒരു സാധനം എന്റെ അല്ല, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഞാൻ ആശിക്കണ്ട. ആശ ഉള്ളിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം, ഈ ആഗ്രഹങ്ങൾ ഉള്ളിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. ലൗകികമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ദൈവഹിതമാണോ എന്നറിയുക, അതൊന്ന്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചുമ്മാ വചനം പറഞ്ഞിട്ട്, ഞാൻ എഴുതി കൊണ്ടുവന്ന വചനം ഒന്നല്ല പറഞ്ഞത്, അവിടെ കിട്ടിയ വചനം അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ തന്നതാണ് ഈ വചനങ്ങളൊക്കെ കേട്ടോ. പുതിയ വചനങ്ങളാണ് തന്നത്. അതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ ഇങ്ങനെ നോക്കി വെച്ചത്. ആ വചനങ്ങൾ തന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വിടുതലാവാൻ ഒരുപാടുണ്ട് വ്യക്തിപരമായി. അപ്പൊ അത് അവനവന്റെ വ്യക്തിപരമായിട്ട് നിങ്ങൾ കുർബാനയിൽ പോയിട്ട് കർത്താവിനോട് പറഞ്ഞ് നല്ലൊരു മുപ്പസാരം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരീക്ഷക്കാലം കഴിഞ്ഞ് എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പനോടും അമ്മയോടും അനുസരണ ബോധം നമ്മൾ കാണിക്കണം. അനുസരണ ഇല്ലാതെ പോകരുത്. അപ്പനോടും അമ്മയോടും എന്തെങ്കിലും അനുസരണ ബോധം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കണം. അത് കഴിഞ്ഞ് ഈശോയോട് ക്ഷമ ചോദിക്കണം. അപ്പൊ നല്ല ഓർമ്മശക്തി കിട്ടും, നല്ല ആരോഗ്യം കിട്ടും, പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരും, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നല്ല മാർക്ക് കിട്ടും, നല്ല ഫ്യൂച്ചർ കിട്ടും, നല്ല സന്തോഷം കിട്ടും കേട്ടോ. അപ്പൊ അതുപോലെ നിങ്ങൾ പൊക്കോ, ഞാൻ പ്രാർത്ഥിച്ചപ്പോ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കൈകൾ പൊക്കി ഒരു നിമിഷം നമുക്ക് മനസ്സിൽ വിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് പ്രത്യേകിച്ച് ഡാനിയേലിന്റെ കുടുംബത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഡാനിയേലിന്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോഴായിരിക്കുന്ന അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ മടക്കയാത്ര വന്ന നേരങ്ങളുള്ള ചിന്തകൾ എല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്ന വചനത്തിന്റെ അത്ഭുത ശക്തിയാണ് കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരെയും ജീവിതത്തിൽ വിട്ടു നൽകാൻ സ്നേഹിക്കുന്നത് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാനെയും കുടുംബത്തെയും സമർപ്പിച്ച് ശുശ്രൂഷകളെ സമർപ്പിക്കാം. ശുശ്രൂഷകളിൽ നിന്നും അനേകം ശുശ്രൂഷകൾ ചെയ്യുന്നതിനും അതുവഴി അനേകം മക്കളുടെ സാധനത്തിലേക്ക് നയിക്കുന്നതിനും അതുവഴി സ്വന്തം ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാവിനെ രക്ഷിക്കുവാനുള്ള കൃപയും നിത്യതയിൽ സ്വർഗത്തിൽ അങ്ങേക്ക് ആനന്ദിക്കുവാനുള്ള കൃപയും നൽകാൻ ഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് നേരെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം.
നമുക്ക് ദാനമായി നൽകിയ ശക്തി നമ്മുടെ പ്രവൃത്തിയിലൂടെ കണ്ടുവന്നിട്ടുള്ള നമ്മുടെ വെറുപ്പുകളെ മറ്റെല്ലാ മേഖലയിലും ഇപ്പോൾ വാക്കിനെ പറയുമ്പോൾ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളെയും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. കർത്താവേ, സങ്കീർത്തനത്തിന്റെ സ്നാനപത്തൊമ്പത് ഹൃദയത്തിന്റെ ആകുലത പ്രവർത്തിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസങ്ങളെ മേശമാകപ്പെട്ടു. കർത്താവേ, വചനത്തിന്റെ അത്ഭുത ശക്തിയാണ് കർത്താവേ ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളെ അവിടെ നേരിട്ടെടുത്ത് മാറ്റിക്കൊണ്ട് കർത്താവെ അഭിഷേകം ചെയ്യണേ. സങ്കീർത്തനം 90:14 പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കട്ടെ. അങ്ങനെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിക്കട്ടെ. കർത്താവെ, വചനങ്ങളുടെ അത്ഭുത ശക്തി പോലെ വ്യാപരിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണാത്മാവും അവിടുന്ന് ദാനമായി നൽകിയ സകലത്തെയും കർത്തൃ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ദൈവ
സ്വർഗത്തിലെ ഭൂമിയിലുമുള്ള സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി വിസ്മയിക്കണമേ. വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി വിസ്മയിക്കണമേ.